Hi everyone, good evening. Hello, good evening. Good evening, sir. Good evening, good evening. Topic ഒക്കെ റിവൈസ് ചെയ്തായിരുന്നോ എല്ലാവരും? Topic ഒക്കെ റിവൈസ് ചെയ്തായിരുന്നോ? Yes, sir. Okay. All right. So once again, welcome back to the session, everyone. So അപ്പോൾ നമ്മൾ last day നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് it was all about the audit risk and business risk. Hi everyone, good evening. Hello, good evening. Sir. Good evening. Topic ഒക്കെ റിവൈസ് ചെയ്തായിരുന്നോ എല്ലാവരും? Sorry. Which constitutes a part A of the syllabus. I mean part A എന്ന് പറഞ്ഞാൽ part A of the exam actually. അപ്പോൾ നമ്മൾ ഇന്നലെ ഓൾറെഡി ഏതൊക്കെ ഏരിയാസ് ആയിരുന്നു നോക്കിയത്? We have gone through the areas of audit risk, business risk. ഈ രണ്ട് ഏരിയാസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നത്. ആൻഡ് സോ അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ദി എത്തിക്സ് പാർട്ട്. കാരണം നമുക്കറിയാം എല്ലാ 50 മാർക്സ് ക്വസ്റ്റിനെയും കൂടുതൽ നമ്മളോട് എപ്പോഴും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റൻ ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വി നീഡ് ടു ഹാവ് എ ക്ലിയർ പിക്ചർ അബൌട്ട് ദി എത്തിക്സ്. സോ അപ്പോൾ എത്തിക്സിന്റെ ഏരിയ ആണ് നമ്മൾ ഇപ്പോൾ ആദ്യമേ ക്വിക്ലി റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എത്തിക്കൽ ത്രെഡ്സ് ആൻഡ് സേഫ് ഗാർഡ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ നേരത്തെ പല പേപ്പേഴ്സിന്റെ അകത്തും. ആൻഡ് വെൽ വി നോ ദാറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഓൾസോ. സോ അപ്പോൾ നമുക്കറിയാം ബേസിക്കലി ACCA റൂൾ ബുക്ക് പ്രകാരം നമ്മൾ ഫോളോ ചെയ്യേണ്ട എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ACCA കോഡ് ഓഫ് കണ്ടക്ട്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം സെയിം തന്നെയാണ്. സോ ബേസിക്കലി ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയാം? 5 ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടില്ല. ഏതൊക്കെയാണ് അത്? ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയർ. എന്തായിരുന്നു ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ഇന്റഗ്രിറ്റി? മെമ്പേഴ്സ് എപ്പോഴും എന്തായിരിക്കണം? സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, അതേപോലെ തന്നെ അവർ ഓണസ്റ്റ് ആയിരിക്കണം അവരുടെ എല്ലാ പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് റിലേഷൻഷിപ്പിലും എന്ന് പറയുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഇന്റഗ്രിറ്റി എന്ന് പറയാം. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒബ്ജക്ടിവിറ്റി നമ്മൾ ബയാസ്ഡ് ആവാൻ പാടില്ല, നമ്മളെപ്പോഴും കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്സ് ഒരിക്കലും ഓവർ റൈഡഡ് ആവാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുക. ഇനി പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? യു മസ്റ്റ് കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് യുവർ നോളജ്. നിങ്ങൾക്കുള്ള നോളജ് എന്താണോ നിങ്ങൾക്കുള്ള നോളജ് നിങ്ങൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കണം. ഓരോ ക്ലയന്റിനും നിങ്ങൾ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും റീസെന്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിന്റെ ബേസിസ് വേണം നിങ്ങൾ വർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മെമ്പേഴ്സ് എപ്പോഴും ഡെലിജന്റ് ആയിട്ട് തന്നെ ആയിരിക്കണം വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് വർക്ക് ചെയ്താലും നിങ്ങൾ ആ വർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്പേഴ്സ് എപ്പോഴും കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാണ്. വിച്ച് മീൻസ് ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് നമ്മളൊരു ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല? ആ ഇൻഫർമേഷൻ തേർഡ് പാർട്ടിയുടെ അടുത്ത് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ എന്തിനാണ് ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്ത് ആ പർപ്പസിനല്ലാതെ വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് കോൺഫിഡൻഷ്യാലിറ്റി. ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെമ്പേഴ്സ് എപ്പോഴും ലോ ആൻഡ് റെഗുലേഷൻ കംപ്ലൈ ചെയ്യുന്നുണ്ടാവണം. നമ്മുടെ പ്രൊഫഷണൽ ബോഡീനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറയാം. സോ ദീസ് ആർ ദ 5 ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. അപ്പൊ ഏതൊക്കെ ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഉള്ളത്? ഇന്റഗ്രിറ്റി ഉണ്ട്. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്പേഴ്സ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നതാണ് ഇന്റഗ്രിറ്റി. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്പേഴ്സ് ബയാസ്ഡ് ആവാൻ പാടില്ല, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഒബ്ജക്ടിവിറ്റി. പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്പേഴ്സ് എപ്പോഴും എന്തായിരിക്കണം? പ്രൊഫഷണൽ നോളജ് അപ് ടു ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. whenever they provide a service, അവർ ആ സർവീസ് എപ്പോഴും എന്തിന്റെ ബേസിസ് വേണം പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു? അവർക്ക് ഉള്ള നോളജിന്റെ ബേസിസ് വേണം പ്രൊവൈഡ് ചെയ്യാൻ. ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ തേർഡ് പാർട്ടിയുടെ അടുത്ത് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്ത ഇൻഫർമേഷൻ വേറെ ഒന്നിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു റെലവെന്റ് ആയിട്ടുള്ള എല്ലാ ലോ ആൻഡ് റെഗുലേഷനും കംപ്ലൈ ചെയ്യുന്നുണ്ടാവണം. ഇനി ഇതിന്റെ റെലവൻസ് എവിടെയാണ് വരിക? നിങ്ങളോട് എത്തിക്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഇൻ മോസ്റ്റ് ഓഫ് ദി കേസസ് നിങ്ങളോട് ചോദിക്കുക എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടായിരിക്കും. നിങ്ങളോട് ചോദിക്കും എന്തൊക്കെയാണ് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് എന്ന്. സോ ബേസിക്കലി ഉള്ള എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് ആണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പൊ അതിലെ പ്രൊഫഷണൽ ഇഷ്യൂ എന്ന് പറയുന്നത് ദീസ് ആർ ദ തിങ്സ് അഗൈൻസ്റ്റ് ദ ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളോടൊരു എത്തിക്സിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞേക്കാണ്, ഇപ്പം ഒരു സീനിയർ ഓഡിറ്റർ, ആ സീനിയർ ഓഡിറ്ററിന്റെ വൈഫാണ് അല്ല ബ്രദറാണ് ക്ലയന്റ് കമ്പനിയിൽ ഒരു സർവീസ് ചെയ്ത് കൊടുത്തത്. ഒരു ടെമ്പററി സർവീസ് ആയിരുന്നു. ആ സർവീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവർ പോയി. അപ്പൊ അവർ പോയ സമയത്ത് എന്ത് ചെയ്തു? ഈ ടെമ്പററി ഓഫീസർ ഇവിടെ വന്ന് ഇവിടെ ഈ വർക്ക് ചെയ്ത് പോയി. അതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായി. നമ്മുടെ ജൂനിയർ ഓഡിറ്റർ അത് കണ്ടുപിടിക്കുകയും ചെയ്തു. ജൂനിയർ ഓഡിറ്റർ സീനിയറായി എന്നോട് പറയാണ് ഇങ്ങനെ വർക്കിന് അതൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഞാൻ പറയുന്നു അതേപറ്റിയിട്ട് ആരും ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് അത് എന്തിന് അഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും വരിക? ഇന്റഗ്രിറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ടാണ്. വിച്ച് മീൻസ് ഐ എം നോട്ട് ആക്ടിങ് ഇൻ എ സ്ട്രേറ്റ് ഫോർവേഡ് മാനർ.
ആൻഡ് അറ്റ് ദ സെയിം ടൈം അവിടെ എന്തെങ്കിലും ഒരു എത്തിക്കൽ ത്രെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും എന്തിന് അഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും വരിക? ഒബ്ജക്ടിവിറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഒരു ജൂനിയർ ഓഡിറ്റർ ഒരു വർക്ക് റിവ്യൂ ചെയ്യാനായിട്ട് സീനിയറിന്റെ അടുത്ത് പറയുമ്പോൾ സീനിയർ പറയുന്നത് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ജൂനിയർ ഓഡിറ്റർ പറയണം മെറ്റീരിയാലിറ്റി റിവൈസ് ചെയ്യണം, അപ്പൊ സീനിയർ പറഞ്ഞു കൊടുക്കുന്ന മെറ്റീരിയാലിറ്റി റിവൈസ് ചെയ്യണം എന്നുള്ള മാൻഡേറ്ററി അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പൊ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് ഹി ലാക്സ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ്. അപ്പൊ അവിടെ പ്രൊഫഷണൽ കോമ്പിറ്റൻസിന് അഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും അവിടെ വരുന്നുണ്ടാവുക. ഇനി വാട്ട് എവർ ബി ദ സർക്കംസ്റ്റൻസ്, എന്തെങ്കിലും ഒരു ക്ലയന്റിന്റെ ഇൻഫർമേഷൻ അൺനെസസറി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോൺഫിഡൻഷ്യാലിറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ലോസ് ആൻഡ് റെഗുലേഷൻ ആണ് ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ബോഡിനെയോ വേറെ ഏതെങ്കിലും അക്കൗണ്ടന്റിനെയോ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഫഷണൽ ബിഹേവിയറിന് അഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പൊ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ ബിഹേവിയർ ആയിരിക്കും. നിങ്ങൾക്ക് നോളജ് ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നതെങ്കിൽ ഇറ്റ്സ് അഗൈൻസ്റ്റ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ്. നിങ്ങൾ എന്തെങ്കിലും ഒരു സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് കംസ് അഗൈൻസ്റ്റ് ഒബ്ജക്ടിവിറ്റി. ആൻഡ് നമ്മൾ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാതെ ഓണസ്റ്റ് അല്ലാതുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് കംസ് അഗൈൻസ്റ്റ് ദ ഇന്റഗ്രിറ്റി. ക്ലിയർ ആയോ? Is it clear, guys? Yes, sir. Okay. Well, in addition to that, നമ്മൾ 5 ethical threats പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് ethical threats എന്ന് പറയാ? സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് റിവ്യൂ, അഡ്വക്കസി, ഫെമിലിയാരിറ്റി, ഇന്റിമിഡേഷൻ. അല്ലെ? ഇതാണ് 5 ഫണ്ടമെന്റൽ ത്രെഡ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് റിവ്യൂ, അഡ്വക്കസി, ഫെമിലിയാരിറ്റി, ഇന്റിമിഡേഷൻ. Then when it comes to the self interest threat, സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എന്തായിരിക്കും അസ്യൂം ചെയ്യുന്നുണ്ടാവുക? നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു ഓഡിറ്റർ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് അവിടെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അഗൈൻസ്റ്റ് സെൽഫ് ഇൻട്രസ്റ്റ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഗിഫ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സർവീസ് നമുക്ക് കിട്ടുന്നു, നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് നിന്ന് ലോൺ എടുക്കും, നമ്മൾ ക്ലയന്റിന് ലോൺ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലാസ്റ്റ് ഇയേഴ്സിൽ ഫീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ക്ലയന്റിന് വേണ്ടിയിട്ട് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് വില്ലിംഗ് ആവും. ഇനി നിങ്ങൾക്ക് ഒരു പെർസെന്റേജ് ബേസിസിൽ പേയ്മെന്റ് തരാമെന്ന് പറയണം. അപ്പൊ നമുക്കറിയാം പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റഡ് ആണെങ്കിൽ പ്രോഫിറ്റിന്റെ ബേസിസിലാണ് നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും പ്രോഫിറ്റ് കറക്റ്റ് ചെയ്യേണ്ടത്. ഹൈ പെർസെന്റേജ് ഫീസ്, നിങ്ങളുടെ ഒരു സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ഫീസും തരുന്നത് ഈ ക്ലയന്റ് കമ്പനിയാണ്. അങ്ങനെയാണ് നിങ്ങൾ ഒരിക്കലും ക്ലയന്റ് കമ്പനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വില്ലിംഗ് ആവില്ല. നമ്മളെങ്ങനെ ഹൈ പെർസെന്റേജ് ക്ലയന്റിനെ കൺസിഡർ ചെയ്യുക? 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആയിട്ട് മോർ ദാൻ 15% ഓഫ് ഓഡിറ്റ് ഫീ ഒരു സിംഗിൾ ക്ലയന്റ് ആണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഹൈ പെർസെന്റേജ് ക്ലയന്റ് ആയിരിക്കും. ലോ ബോളിംഗ് നമ്മൾ പറഞ്ഞു, നമ്മൾ ആദ്യമേ ഫീസ് കുറച്ച് വെക്കും, അതിനനുസരിച്ച് ഓഡിറ്റിന്റെ ക്വാളിറ്റി നമ്മൾ തന്നെ റെഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ക്ലയന്റ് കമ്പനിയുള്ള സ്റ്റാഫിനെ നമ്മളാണ് റിക്രൂട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്, അതിനുശേഷം അവരവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് അഗൈൻസ്റ്റ് പറയാൻ പറ്റില്ല. നമുക്ക് ക്ലയന്റ് കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, സോ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു തെറ്റായിട്ടുള്ള ഒപ്പീനിയൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ ഡിമിനിഷ് ആവും. അല്ലെങ്കിൽ നമ്മൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ബേസിസിൽ, ദെൻ അഷുറൻസ് ക്ലയന്റുമായിട്ടുള്ള എംപ്ലോയ്മെന്റിന്റെ ബേസിസിൽ, പാർട്ണർ ക്ലയന്റ് ബോർഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ എല്ലാം ഉണ്ടാവുന്ന ത്രെട്ട് ഏതായിരിക്കും? സെൽഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ക്ലിയർ ആയോ പ്രോപ്പർലി എല്ലാവർക്കും? Yes, sir. ഇനി സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന വ്യത്യാസം എന്തായിരുന്നു? നിങ്ങൾ ചെയ്ത വർക്ക് എന്തെങ്കിലും നിങ്ങൾ തന്നെ റിവ്യൂ ചെയ്യുമ്പോൾ വരുന്ന ത്രെട്ടാണ് സെൽഫ് റിവ്യൂ ത്രെട്ട്. അവിടെ എസ്പെഷ്യലി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ബേസിക്കലി അത് എന്ത് തരത്തിലുള്ള വർക്ക് ആയിരിക്കും? എന്ത് തരത്തിലുള്ള വർക്ക് ആയിരിക്കും? ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. മനസ്സിലായോ? അതായത് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വർക്ക് നിങ്ങളാണ് പെർഫോം ചെയ്തത്. ആ വർക്ക് ഇനി റിവ്യൂ ചെയ്യാൻ ചെല്ലുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ പെർഫോം ചെയ്ത വർക്ക് എന്താണോ അത് നിങ്ങൾ റിവ്യൂ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഫോം ആവുന്ന ത്രെട്ടിനെയാണ് സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് പറയാം. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. നമ്മൾ ക്ലയന്റിന് എന്തെങ്കിലും വാല്യുവേഷൻ സർവീസ് കൊടുക്കുക, ടാക്സ് സർവീസ് കൊടുക്കുക, ഇന്റേണൽ ഓഡിറ്റ് സർവീസോ, കോർപ്പറേറ്റ് ഫിനാൻസ് സർവീസോ, എന്തെങ്കിലും അതർ സർവീസസ്, അല്ലെങ്കിൽ റീസൺ സർവീസ് അഷുറൻസ് ക്ലയന്റിന് കൊടുക്കുന്നു, ജനറൽ അതർ സർവീസ്, ക്ലയന്റിന് അക്കൗണ്ടിങ് റെക്കോർഡ്സ് അല്ലെങ്കിൽ റിട്ടേൺസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു, ഇങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷനും ഉണ്ടാവുന്ന സെൽഫ് റിവ്യൂ ത്രെട്ടാണ്. ഇനി അഡ്വക്കസി ത്രെട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങൾ ക്ലയന്റ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്ത് എവിടെയെങ്കിലും സംസാരിക്കുകയാണ്, നിങ്ങൾ ഒരു ക്ലയന്റ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അവിടെ ഫോം ആവുന്ന ത്രെട്ടാണ് അഡ്വക്കസി ത്രെട്ട് എന്ന് പറയാം. ബേസിക്കലി നിങ്ങൾ ഇപ്പം ക്ലയന്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബാങ്ക് ലോണിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഒരു റിപ്പോർട്ട് നിങ്ങൾ പബ്ലിഷ് ചെയ്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നു, അവിടെ എല്ലാം ഉണ്ടാവുന്ന അഡ്വക്കസി ആയിരിക്കും. അപ്പൊ അത് ട്രേസ് ഔട്ട് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടോ, ദാറ്റ് വിൽ ബി അഡ്വക്കസി. ഇനി ഫെമിലിയാരിറ്റി ത്രെട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങളും ക്ലയന്റും തമ്മിലുള്ള പരിചയത്തിന് പുറത്ത് ഫോം ആവുന്ന ത്രെട്ടാണ് ഫെമിലിയാരിറ്റി എന്ന് പറയാം. അതായത് രണ്ടുപേര് തമ്മിലുള്ള പരിചയത്തിന് പുറത്ത് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വില്ലിംഗ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫെമിലിയാരിറ്റി. ആൻഡ് ഫൈനലി ഇന്റിമിഡേഷൻ ത്രെട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സിറ്റുവേഷനിലാണ് ഇന്റിമിഡേഷൻ ത്രെട്ട് വരിക.
ഒന്ന് കൊയേർഷൻ, അതായത് നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ നമുക്ക് ഫേവറബിൾ ഒപ്പീനിയൻ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ ഓഡിറ്റ് തരില്ല, നിങ്ങൾ ഫേവറബിൾ ഒപ്പീനിയൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്തു തരില്ല, നിങ്ങൾ ഫേവറബിൾ ഒപ്പീനിയൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്തു തരില്ല എന്ന് പറയുന്നതാണ് ഇന്റിമിഡേഷൻ ത്രെറ്റ്. രണ്ട്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യത്തിന് അല്ലാതെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, എന്റെ വൈഫാണ് ക്ലയന്റ് കമ്പനി വർക്ക് ചെയ്യുന്നത്, സോ വൈഫാണ് സിഇഒ, വൈഫിന് എന്റെ മേലുള്ള ഇൻഫ്ലുവൻസ് യൂസ് ചെയ്യാൻ പറ്റും. എന്റെ ഫാദറാണ്, എന്റെ മദറാണ് ക്ലയന്റ് കമ്പനിയിലുള്ളത്, അല്ലാന്നുണ്ടെങ്കിലോ ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ വൈഫാണ് ക്ലയന്റ് കമ്പനിയുള്ളത്. അപ്പൊ ഈ സിറ്റുവേഷൻ എല്ലാം ഉണ്ടാകുന്ന ത്രെട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്റിമിഡേഷൻ ത്രെട്ട് ആയിരിക്കും. ഇനി മൂന്നാമത് നമ്മൾ പറയാണ് ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിന്റെ സ്കോപ്പിന്റെ അകത്ത് എന്തെങ്കിലും ലിമിറ്റേഷൻ വെക്കാണ്, നിങ്ങൾക്ക് ആഡിക്വേറ്റ് ടൈം കിട്ടുന്നില്ല ഓഡിറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ആക്സസ് ടു റെക്കോർഡ്സ് തരുന്നില്ല, ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല. ഈ സിറ്റുവേഷൻ എല്ലാം ഉണ്ടാവുന്ന ത്രെട്ട് തന്നെയായിരിക്കും ഇന്റിമിഡേഷൻ ത്രെട്ട് ആയിരിക്കും. അപ്പം ഇത്രയും ത്രെട്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഒന്നുകൂടെ പറയാം, ഏതൊക്കെ ത്രെട്ടുകൾ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെയാന്ന് പറഞ്ഞ്, ഫസ്റ്റ് വൺ, there can be chances of having self-interest threat, then there will be self-review threat, then advocacy threat, then familiarity threat and intimidation. Clear ആയോ എല്ലാവർക്കും? Yes, sir. Okay, fine. Yes, sir. ഇനി ഈ ത്രെട്ടിന്റെ റിലേഷനും ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫാക്ടറുമാണ് നോക്കേണ്ടത്. ഇതിലെ 3 ത്രെട്ടാണ് റിലേറ്റഡ് ആയിട്ട് വരിക. ഏതൊക്കെയാ? സെൽഫ് ഇൻട്രസ്റ്റ്, ദെൻ ഫെമിലിയാരിറ്റി, സെൽഫ് റിവ്യൂ ഇല്ല. സെൽഫ് ഇൻട്രസ്റ്റ്, ഫെമിലിയാരിറ്റി, ഇന്റിമിഡേഷൻ. അതായത് ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ് വരാം, ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഫെമിലിയാരിറ്റി വരാം, ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇന്റിമിഡേഷനും വരാം. ഇത് മൂന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞ ഇതാണ്. നിങ്ങളുടെ ഓൺ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ആ ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണ് അത് എന്ത് ത്രെട്ടായിരിക്കും? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ടായിരിക്കും. ഇനി ഈ ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലും നിങ്ങളെ അൺഡ്യൂലി ഇൻഫ്ലുവൻസ് ചെയ്യാണ്, അങ്ങനെയാണെങ്കിലാണ് എന്ത് വരിക? ഇന്റിമിഡേഷൻ ത്രെട്ട് വരുന്നത്. ഇനി ആ ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ പരിചയത്തിന് പുറത്ത് മാത്രം നിങ്ങൾ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വില്ലിങ് ആവുകയാണ്, അതാണ് ഏത്? ഫെമിലിയാരിറ്റി ത്രെട്ട്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം, ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ആ ഒരു പരിചയത്തിന് പുറത്ത് നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഫെമിലിയാരിറ്റി ത്രെട്ട്. ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് കാരണം കൊണ്ട് ഉണ്ടാവുന്ന എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഇന്റിമിഡേഷൻ. ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും സെൽഫ് ബെനിഫിറ്റ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി സെൽഫ് ഇൻട്രസ്റ്റ്. ഇനി ബാക്കി സെൽഫ് റിവ്യൂവും അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ഇന്റിമിഡേഷനും കമ്പാരിറ്റീവ്ലി അഡ്വക്കസി എളുപ്പമാണ്. കാരണം നിങ്ങളൊരു വർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവിടെ എന്ത് വരുള്ളൂ? സെൽഫ് റിവ്യൂ വരുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ക്ലയന്റിനെ എവിടെയെങ്കിലും പോയി റെപ്രസെന്റ് ചെയ്താൽ മാത്രമേ എന്തും വരത്തുള്ളൂ? അഡ്വക്കസിയും വരത്തുള്ളൂ. അപ്പൊ അഡ്വക്കസിയും അതേപോലെ തന്നെ നമ്മുടെ ഇന്റിമിഡേഷൻ എന്ന് പറയുന്നത്, ഇന്റിമിഡേഷൻ അല്ല, സെൽഫ് റിവ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഈസിലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ. ആൻഡ് ദർ ഈസ് ഓൾസോ സംതിങ് കോൾഡ് മാനേജ്മെന്റ് ത്രെട്ട്. എന്തായിരുന്നു മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറയാം? ഓഡിറ്ററായ നമ്മൾ ക്ലയന്റിന്റെ വർക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് ചില സിറ്റുവേഷൻസിൽ ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ഇതിനെയാണ് മാനേജ്മെന്റ് ത്രെട്ട് എന്ന് വിളിക്കുക. ഒന്നുകൂടെ പറയാം, മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ചില സിറ്റുവേഷൻസിൽ ഒരു ഓഡിറ്റ് ഫേമിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണോ അതിന് ബിയോണ്ട് ആയിട്ട് ഓഡിറ്റ് ഫേം എന്ത് ചെയ്യും? മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഓഡിറ്റ് ഫേമിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അസ്യൂം ചെയ്യും. അതിനെയാണ് മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ക്ലയന്റ് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ത്രെട്ടാണ് എന്ത്? മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറയാം. ക്ലിയർ ആയോ പ്രോപ്പർലി? യെസ് സർ. ഇനി നമ്മൾ ഓരോ ത്രെട്ടിനും വേണ്ടിയിട്ട് പല സേഫ് ഗാർഡ്സ് പഠിച്ചു. അതായത് ഓരോ ത്രെട്ടും ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് തോന്നുകയാണ്, അതായത് ഇപ്പം നിങ്ങൾക്ക് പെർസെന്റേജ് അല്ലെങ്കിൽ കണ്ടിജന്റ് ബേസിസിലാണ് ഫീസ് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഡിസ്കസ് ദാറ്റ് മാറ്റർ വിത്ത് ദ ക്ലയന്റ്സ് ഓഡിറ്റ് കമ്മിറ്റി ആൻഡ് ദോസ് ചാർജ് വിത്ത് ഗവർണൻസ്. അതേപോലെ തന്നെ എപ്പോഴെങ്കിലും ഫെമിലിയാരിറ്റിയുടെ ഒക്കെ ഇഷ്യൂ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ നമുക്ക് ഓഡിറ്റ് ടീമിൽ നിന്ന് റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഓഡിറ്റിനെ കൊണ്ട് വർക്ക് പെർഫോം ചെയ്യിക്കാം. ദെൻ നമുക്ക് ഇൻ കേസ് ഓഫ് ഫെമിലിയാരിറ്റി ഉണ്ടാകുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സീനിയർ പേഴ്സണെ റൊട്ടേറ്റ് ചെയ്യിക്കാം. ദെൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ടീം നമുക്ക് യൂസ് ചെയ്യാം സെൽഫ് റിവ്യൂ ത്രെട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് ത്രൂ ഔട്ട് ദ ഓഡിറ്റ് സ്കെപ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പ്രൊഫഷണൽ ബോഡിയുടെ കയ്യിൽ നമുക്ക് അഡ്വൈസ് എടുക്കാം. ഓർഗനൈസേഷണൽ കോഡ് ഓഫ് കണ്ടക്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന സർവീസ് എന്താണോ ആ സർവീസ് നമുക്ക് പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സിന് എന്താണോ ഇൻട്രസ്റ്റ് ഉള്ളത്, ഷെയർസിലോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ള ഇൻട്രസ്റ്റ് എല്ലാം നമുക്ക് ഇമീഡിയറ്റ്ലി ഡിസ്പോസ് ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എൻഗേജ്മെന്റിൽ നിന്നും ഇമീഡിയറ്റ്ലി റിസൈൻ ചെയ്യാം. വി ക്യാൻ ഓൾസോ കൺസിഡർ റിസൈനിങ് ഫ്രം ദ എൻഗേജ്മെന്റ്. ക്ലിയർ ആയോ? ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് എൻഗേജ്മെന്റിൽ നിന്ന് റിസൈൻ ചെയ്യാന്നുള്ളത്. പ്രോപ്പർലി മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ,
And there are also chances where we need to audit multiple entities in a competent market. So entities in a competent market, consider that we have got two entities, Apple and Samsung, and we are performing the audit for both the Apple and Samsung. That's auditing multiple entities in a competent market, or entities that trade with each other, Intel and Samsung. Intel processor വെച്ചിട്ടാണ് Samsung അവരുടെ systems ഉണ്ടാക്കുക, computers ഉണ്ടാക്കുക. അപ്പം these are the entities that trade with each other. അപ്പം competitive entities ആണെങ്കിലും, entities that trade with each other ആണെങ്കിലും, if we are performing the audit for both the clients, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? We must consider threats in relation to objectivity and confidentiality. അതായത് നമ്മുടെ ഒബ്ജക്ടിവിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ത്രെഡ്സ് ഉണ്ടാവുന്നുണ്ടാവും. അപ്പം ഫേം എന്ത് ചെയ്യുന്നുണ്ടാവണം? പ്രോപ്പർലി ക്ലയന്റിനെ നോട്ടിഫൈ ചെയ്യുന്നുണ്ടാവണം. അതായത് നമ്മളിങ്ങനെയാണ് പറയാ, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ ത്രെഡ്സ് ടു ഒബ്ജക്ടിവിറ്റി അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പറയാ, നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റിനെ അഫക്ട് ചെയ്യും, അറ്റ് ദ സെയിം ടൈം കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റും ഉണ്ടാവും. സോ നമുക്ക് ഒരേ ഒരു ഓപ്ഷൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? If you are going to audit multiple entities in a competent market, you need to obtain consent from both the engagement team. അതായത് രണ്ട് എൻഗേജ്മെന്റ് ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് കൺസെന്റ് വാങ്ങിക്കുക, പെർമിഷൻ വാങ്ങിക്കുക, എന്നിട്ട് മാത്രമേ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ കൺസെന്റ് മാത്രം വാങ്ങിച്ചാൽ പോരാ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സേഫ് ഗാർഡ്സും എടുക്കണം. അങ്ങനെ എന്തൊക്കെ സേഫ് ഗാർഡ്സ് എടുക്കാൻ പറ്റും എന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് എന്തൊക്കെ സേഫ് ഗാർഡ്സ് എടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്യാം. അതായത് ആപ്പിളും സാംസങ്ങും ആണ് നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആപ്പിൾ എന്ന് പറയുന്ന ടീമിനെ ഒരു പർട്ടിക്കുലർ ടീമിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യാം, സാംസങ്ങിനെ വേറെ തന്നെ സെപ്പറേറ്റ് ടീമിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യാം. ദെൻ യു ക്യാൻ പെർഫോം പ്രൊസീജിയേഴ്സ് ടു പ്രിവെന്റ് ആക്സസ് ടു ഇൻഫർമേഷൻ. അതേപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ് നമുക്ക് സൈൻ ചെയ്യാം. ദെൻ നമുക്ക് അതേപോലെ തന്നെ റെഗുലർ ബേസിസിൽ സേഫ് ഗാർഡ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ റെഗുലർ റിവ്യൂ നടത്തി പോവാം. അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് അഡ്വൈസ് സീക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. സാംസങ് ഓഡിറ്റ് ചെയ്യുന്ന ഒരാൾ ആപ്പിൾ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ്സ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പാടില്ല. റെഗുലർലി സേഫ് ഗാർഡ്സ് അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ ക്ലയന്റിന് ഇൻഡിപെൻഡൻസ് അഡ്വൈസും നമ്മൾ സീക്ക് ചെയ്യുന്നുണ്ടാവണം. ഇൻ കേസ് എങ്ങാനും നമുക്ക് ആഡിക്വേറ്റ് സേഫ് ഗാർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് യു നീഡ് ടു ഡിക്ലൈൻ ഫ്രം ദ എൻഗേജ്മെന്റ്. അതായത് ഇപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കുന്നതിന് നിങ്ങൾക്ക് ഡിക്ലൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം, അല്ലെങ്കിൽ യു ഹാവ് ടു റിസൈൻ ഫ്രം ദ എൻഗേജ്മെന്റ്. അതേപോലെ തന്നെ എപ്പോഴും ഓർത്ത് വെക്കുക, മാക്സിമം ഒരു എൻഗേജ്മെന്റ് പാർട്ണർക്കാണെങ്കിലും എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർക്കാണെങ്കിലും കീ ഓഡിറ്റ് പാർട്ണർക്കാണെങ്കിലും എല്ലാം ഒരു എൻഗേജ്മെന്റിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 7 ക്യുമുലേറ്റീവ് ഇയേഴ്സ് ആയിരിക്കും. മാക്സിമം 7 ഇയേഴ്സ് മാത്രമേ എൻഗേജ്മെന്റ് പാർട്ണറും എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവറും കീ ഓഡിറ്റ് പാർട്ണറും എല്ലാം ഒരു എൻഗേജ്മെന്റിൽ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ കൂളിംഗ് ഓഫ് പീരീഡ് എടുക്കണം. ഒരു എൻഗേജ്മെന്റ് പാർട്ണറിന്റെ കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ 5 ഇയേഴ്സ് ആയിരിക്കും. എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവറിന്റെ കൂളിംഗ് ഓഫ് പീരീഡ് വിൽ ബി 3 ഇയേഴ്സ്. കീ ഓഡിറ്റ് പാർട്ണറിന്റെ ആണെങ്കിൽ 2 ഇയേഴ്സ് ആയിരിക്കും. എൻഗേജ്മെന്റ് പാർട്ണറും കീ ഓഡിറ്റ് പാർട്ണറും 2 റോൾസ് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ 5 ഇയേഴ്സ് ആയിരിക്കും. എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ പ്ലസ് കീ ഓഡിറ്റ് പാർട്ണർ ആണെങ്കിൽ 3 ഇയേഴ്സ് ആയിരിക്കും. എൻഗേജ്മെന്റ് പാർട്ണർ പ്ലസ് എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ ആണെങ്കിൽ 5 ഇയേഴ്സ് ആയിരിക്കും. സിമ്പിൾ ആയിട്ട് ഇത്ര ഓർത്ത് വെച്ചാൽ മതി. എല്ലാവരുടെയും പീരീഡ് സെർവ് ചെയ്യുന്നത് സെയിം തന്നെയാണ്. എൻഗേജ്മെന്റ് പാർട്ണർ ആണെങ്കിൽ ഒരു ക്ലയന്റിന്റെ അടുത്ത് 7 വർഷം കണ്ടിന്യൂസ്ലി ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് ഇൻവോൾവ് ആവാൻ പാടില്ല. അതാണ് കൂളിംഗ് ഓഫ് പീരീഡ്. ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവിന്റെ ആണല്ലോ 3 ഇയേഴ്സിലാണ് കൂളിംഗ് ഓഫ് പീരീഡ് ഉള്ളത്. കീ ഓഡിറ്റ് പാർട്ണറിന് 2 ഇയേഴ്സ് ആണ്. ഇനി നിങ്ങൾ മൾട്ടിപ്പിൾ റോൾ പെർഫോം ചെയ്യുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എവിടെയൊക്കെ എൻഗേജ്മെന്റ് പാർട്ണർ ആയിട്ട് നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ 5 ഇയേഴ്സ് തന്നെ ആയിരിക്കും. ഇനി എവിടെയൊക്കെ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ ആയിട്ട് ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ 3 ഇയേഴ്സ് ആയിരിക്കും വരിക. അത്രയുള്ള ഡിഫറൻസ്. ക്ലിയർ ആയോ? Is that clear, guys? Yes, sir. Okay. And ensure one thing, whenever you write answer for ethics, എപ്പോഴാണോ നിങ്ങൾ എത്തിക്സിനുള്ള ആൻസേഴ്സ് എഴുതുന്നത്, എത്തിക്സിനുള്ള ആൻസേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, എത്തിക്സിനുള്ള ആൻസർ എഴുതുമ്പോൾ ആദ്യമേ എന്ത് ചെയ്യുക, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക സിനാരിയോയ്ക്കകത്തുനിന്ന്. രണ്ടാമതായിട്ട് എങ്ങനെയാണ് അതൊരു എത്തിക്കൽ ത്രെട്ടാ എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. മൂന്നാമതായിട്ട് എന്താണോ സേഫ് ഗാർഡ് ആ സേഫ് ഗാർഡ് പറയാം. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി ആ ത്രെഡ് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്? ആദ്യമേ നിങ്ങളൊരു ത്രെഡിനെ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ത്രെഡ് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നിട്ട് അതൊരു വലിയ ത്രെട്ടാണോ അല്ലയോ എന്നുള്ള കാര്യം പറയാം. ഫൈനലി നിങ്ങൾക്കുള്ള സേഫ് ഗാർഡ് എന്താണോ സേഫ് ഗാർഡും ക്ലിയർലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവണം. ക്ലിയർ ആയോ? ക്ലിയർ ഗൈസ്? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എത്തിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കേണ്ടത്? വി ഹാവ് ടു ഐഡന്റിഫൈ ദ എത്തിക്കൽ ത്രെഡ്സ്, വി ഹാവ് ടു എക്സ്പ്ലെയിൻ ഇൻ, ആൻഡ് വി ഹാവ് ടു പ്രൊവൈഡ് ക്ലിയർ സേഫ് ഗാർഡ്സ് ഫോർ ദാറ്റ്. ഓക്കെ. Is that clear? Yes. Fine. So, and please do one more thing.
I have already shared you with the notes in relation to the AAA paper, and the notes are also available there at our website. അപ്പം എല്ലാവരും ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ എത്തിക്കൽ ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു നോട്ട്സ് ഉണ്ട്, ഇന്നലെ ഷെയർ ചെയ്തിരുന്നു. ഈ എത്തിക്കൽ ത്രെഡ്സിൻ്റെ അകത്ത് ഇഫ് യു ലുക്ക് അറ്റ് ദ സിനാരിയോസ്, ഇവിടെ ഓരോ സിറ്റുവേഷനും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ സിറ്റുവേഷനിൽ ഓരോരോ എത്തിക്കൽ ത്രെഡ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇറ്റാലിക്സിൽ കൊടുത്തേക്കുന്നത് അതിന്റെ കറസ്പോണ്ടിങ് സേഫ് ഗാർഡ്സ് ആണ്. അതായത് നിങ്ങളോട് പറയാണ് ബാങ്കിനെ മീറ്റ് ചെയ്യാൻ പറഞ്ഞു, ബാങ്കിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് എത്തിക്കൽ ത്രെഡാണ് ഉണ്ടാവുക, എന്താണ് നിങ്ങൾ സേഫ് ഗാർഡ് എടുക്കുന്നത്. ഇനി ടാക്സ് ഡിസ്പ്യൂട്ട് നിങ്ങളോട് സോൾവ് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെയാണ് അവിടെ ഉണ്ടാവുന്ന എത്തിക്കൽ ത്രെഡ് എന്നാണ്, സേഫ് ഗാർഡ് എന്നാണ്. ഓഡിറ്റ് കമ്മിറ്റിയോട് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗിന് ചെല്ലാൻ പറഞ്ഞു, അങ്ങനെയാണെന്ന് ഓഡിറ്റ് കമ്മിറ്റിയുടെ അടുത്ത് നമ്മളോട് അപ്പോയിന്റഡ് ആവാൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക. ദെൻ ക്ലയന്റിന്റെ ഇന്റേണൽ കൺട്രോൾസ് റിവ്യൂ ചെയ്യാൻ പറഞ്ഞു, അങ്ങനെയാണ് എന്തൊക്കെയായിരിക്കും എത്തിക്കൽ ത്രെഡ് ഉണ്ടാവുക, എന്താണ് സേഫ് ഗാർഡ്. മൾട്ടിപ്പിൾ എന്റിറ്റീസിനെ കോമ്പറ്റന്റ് മാർക്കറ്റിൽ ഓഡിറ്റ് ചെയ്യണം, നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ഓക്കെ, ക്ലിയർ ആയ എല്ലാവർക്കും പ്രോപ്പർലി? അപ്പൊ ഈ നോട്ട്സ് ഒന്ന് നല്ലപോലെ റെഫർ ചെയ്യാം കേട്ടോ, എസ്പെഷ്യലി ഫോർ ദ പർപ്പസ് ഓഫ് റൈറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഇൻ റിലേഷൻ, പർപ്പസ് ഓഫ് റൈറ്റിംഗ് എത്തിക്സ്. ഇനി നോക്കി, നിങ്ങളോട് എക്സാമിന് ഓഡിറ്റ് റിസ്കിന്റെ കൂടെ തന്നെ ചോദിക്കാൻ പോകുന്ന അടുത്ത റിക്വയർമെന്റ് ആണ് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയാം. ബേസിക്കലി അഡീഷണൽ ഇൻഫർമേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദീസ് ആർ ദ പ്രൊസീജിയേഴ്സ് ദാറ്റ് ഹാവ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ. അതായത് ഒരു ഓഡിറ്റർ പെർഫോം ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെയാണ് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയാം. ആക്ച്വലി ഇത് പ്രൊസീജിയർ ആണോ എന്ന് ചോദിച്ചാൽ പ്രൊസീജിയർ അല്ല, ഒരു ഓഡിറ്റർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ആണ്. നിങ്ങളോട് എക്സാമിനോട് ചോദിക്കുന്ന എന്താണ്, നിങ്ങളുടെ എക്സാമിനർ എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് പാർട്ണർ ആണ്. എൻഗേജ്മെന്റ് പാർട്ണറായ ആള്, അതായത് ഞാനാണ് ഇപ്പൊ എൻഗേജ്മെന്റ് പാർട്ണർ എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഞാൻ നിങ്ങൾക്ക് എൻഗേജ്മെന്റ് പാർട്ണറായ എൻ്റെ ഒരു നോട്ടീസ് അയക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കുകയാണ്. ആ ഇമെയിലിൽ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക ഞാനും കമ്പനിയും തമ്മിൽ നടത്തിയേക്കുന്ന മീറ്റിംഗ് നോട്ട്സിന്റെ സമ്മറി ആയിരിക്കും. അപ്പൊ നിങ്ങളോട് അവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ, ആ സമ്മറി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ റിസ്ക് ആണോ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആ റിസ്കുകൾ കണ്ടുപിടിക്കാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു. രണ്ടാമതായിട്ട് നിങ്ങളോട് പറയാണ് ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് സമ്മറി, ആ സമ്മറിയുടെ ബേസിസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ ചോദിച്ചു, അതും അവർ തരാമെന്ന് പറയുന്നു. അപ്പൊ ലിറ്ററലി അവിടെ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ, നിങ്ങളോട് ആദ്യം ചോദിക്കുന്നത് ഓഡിറ്റ് റിസ്ക് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങളോട് പറഞ്ഞു ഓഡിറ്റ് റിസ്ക്, കമ്പനിക്ക് ഒരു ഡെപ്പോസിറ്റ് ഇൻകം കിട്ടി, നമ്മൾ പറഞ്ഞു റിസ്ക് ഇതാണ്, കമ്പനിയുടെ ഡെപ്പോസിറ്റ് ഇൻകം കമ്പനി റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും, ശരിക്കും അത് ഡെഫേർഡ് ഇൻകം ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. കമ്പനി റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും, ഡെഫേർഡ് ഇൻകം അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് അഡീഷണൽ ഇൻഫർമേഷൻ വേണോ. അപ്പൊ നിങ്ങൾക്ക് ആ റിസ്ക് അവിടെ ശരിക്കും ഉണ്ടോ എന്ന് അറിയാൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് അഡീഷണൽ ഇൻഫർമേഷൻ. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഇൻഫർമേഷൻ വേണ്ട, ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് പറയാം. അവിടെ എന്തെങ്കിലും പ്രൊസീജിയർ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും പറയാം. ദെൻ അതിന്റെ പർപ്പസ് എന്താണോ അതും പറയാം. അപ്പൊ ഈ കേസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തായിരിക്കും വേണ്ടത്, റവന്യൂ റെക്കഗ്നേഷൻ കറക്റ്റ് ആയിട്ടാണോ ചെയ്യേണ്ടതെന്ന് അറിയാൻ നമ്മൾ എന്ത് ചോദിക്കുക, റവന്യൂ റെക്കഗ്നേഷൻ പോളിസി ഓഫ് ദി കമ്പനി ചോദിക്കുക. എന്തിനു വേണ്ടിയിട്ടാ, ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദ റവന്യൂ ആർ ബീങ് അപ്രോപ്രിയറ്റ്ലി recognized in accordance with the standards. റവന്യൂ അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് പ്രകാരം തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, റവന്യൂ റെക്കഗ്നേഷൻ പോളിസി കമ്പനിയുടെ ചോദിക്കുന്നുണ്ടാവുക. അപ്പം അഡീഷണൽ ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ആദ്യമേ എന്താണോ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ള ആദ്യമേ ചോദിക്കുക. പ്ലസ് അവിടെ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യാനുണ്ടെങ്കിൽ ആ പ്രൊസീജിയർ എന്താണെന്നുള്ളത് പറയാം. ആൻഡ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ എന്തിനാണോ നിങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷൻ, അതിന്റെ പർപ്പസും പറയാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു പോസിബിലിറ്റിയാണ് നമ്മുടെ പ്രയർ ഇയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഓഡിറ്റ് നമ്മളല്ല ചെയ്തത്, ഒരു പഴയ ഓഡിറ്ററാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് എ ന്യൂ ഇയർ ഓഡിറ്റ് ക്ലയന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു ന്യൂ ഓഡിറ്റ് ക്ലയന്റ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും അവിടെ പറയാനുള്ള റിസ്ക് ആയിരുന്നു ഓപ്പണിംഗ് ബാലൻസ് ഈ ന്യൂ ക്ലയന്റിന്റെ മിസ്റ്റേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട നമുക്ക് വേണ്ട അഡീഷണൽ ഇൻഫർമേഷൻ എന്തായിരിക്കും, നമുക്ക് വർക്കിംഗ് പേപ്പേഴ്സിന്റെ കോപ്പി ആയിരിക്കും വേണ്ടത്. അതായത് പ്രീവിയസ് ഓഡിറ്ററിന്റെ കയ്യിൽ നിന്നും നമുക്ക് വർക്കിംഗ് പേപ്പറിന്റെ കോപ്പിയാണ് വേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാ, ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ പറഞ്ഞുണ്ടോ, കോപ്പി ഓഫ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നതാണ്, കോപ്പി ഓഫ് വർക്കിംഗ് പേപ്പർ ഫ്രം ദ പ്രീവിയസ് ഓഡിറ്റർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയാം. എന്തിനു വേണ്ടിയിട്ടാ, ഓപ്പണിംഗ് ബാലൻസ് കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യാം. ഇതാണ് നമ്മുടെ പേർപ്പസ് എന്ന് പറയാം. ക്ലിയർ ആയോ? ഇനി നമ്മൾ IFRS 15 അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് എന്ത് ചോദിക്കാം, കമ്പനിയുടെ റവന്യൂ റെക്കഗ്നേഷൻ പോളിസി ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാ, സെയിൽസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട്.
നമ്മളിപ്പോൾ സിനാരിയോയ്ക്കകത്ത് കണ്ടു, നമ്മുടെ ഒരു പുതിയ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്താൽ നമ്മൾ എപ്പോഴും പറയും അവർക്ക് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചോദിക്കാം? ഡീറ്റെയിൽസ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ഫിനാൻസ് ഡയറക്ടർ ആണെങ്കിൽ ഫിനാൻസ് ഡയറക്ടർ ചോദിക്കാം, അവരുടെ കോമ്പിറ്റൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളോട് എപ്പോഴും പറയാറുള്ള സിറ്റുവേഷൻ ആണ് നമ്മൾ മിസ്ക്ലാസിഫിക്കേഷൻ പറയും. റവന്യൂ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തമ്മിൽ മിസ്ക്ലാസിഫിക്കേഷൻ ഉണ്ടായി. ഇനി ജി പി മാർജിൻ കൂടി ഒ പി മാർജിൻ കുറഞ്ഞു, അപ്പൊ നമ്മൾ പറയും കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ അത് കാണിക്കുന്നതോടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ അത് കാണിച്ചു എന്ന്. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് തമ്മിലുള്ള മിസ്ക്ലാസിഫിക്കേഷൻ. അപ്പൊ എവിടെ മിസ്ക്ലാസിഫിക്കേഷൻ ഉണ്ടായാലും അവിടെ എല്ലാം നിങ്ങൾക്ക് ഇത് പറയാം. ബ്രേക്ക് ഡൗൺ ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ടു റിവ്യൂ. എന്താ റിവ്യൂ ചെയ്യേണ്ടത്? പർപ്പസ് എന്താ? മിസ്ക്ലാസിഫിക്കേഷൻ ബിറ്റ്വീൻ പ്രോപ്പർ അക്കൗണ്ട്സ്. ഇനി നിങ്ങൾക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മിസ്ക്ലാസിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടത്? ബ്രേക്ക് ഡൗൺ ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? മിസ്ക്ലാസിഫിക്കേഷൻ ബിറ്റ്വീൻ പ്രോപ്പർ അക്കൗണ്ട്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ. ഇനി നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഒരു കമ്പനി ഇമ്പയർമെന്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു കമ്പനി അമോർട്ടൈസേഷൻ ചെയ്തിട്ടുണ്ടാവില്ല, ഒരു കമ്പനി ഫിനാൻസ് കോസ്റ്റ് ഇപ്പൊ കമ്പാരിസൺ നടത്തിയപ്പോൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ലോണിന്റെ എമൗണ്ട് കൂടി, പക്ഷേ ആ സെയിം എമൗണ്ട് ഇൻക്രീസ് ഫിനാൻസ് കോസ്റ്റ് വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഫിനാൻസ് കോസ്റ്റ് ആ ലോണിന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഓരോന്നോരോന്ന് പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്തോ എന്നറിയാനായിട്ട് ഒരു കാര്യം ചെയ്യുക, ഡിസ്അഗ്രിഗേഷൻ ഓഫ് മേജർ കാറ്റഗറി ഓഫ് എക്സ്പെൻസ് വാങ്ങിക്കുക. അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ ഡിസ്അഗ്രിഗേഷൻ വാങ്ങിക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇമ്പയർമെന്റ് ലോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഒരു ലോണിന്റെ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടത്? ഡിസ്അഗ്രിഗേഷൻ ഓഫ് മേജർ കാറ്റഗറി ഓഫ് എക്സ്പെൻസസ് ഇൻക്ലൂഡഡ് ഇൻ ഫിനാൻസ് കോസ്റ്റ് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഇൻട്രസ്റ്റ് റിലേറ്റിംഗ് ടു ന്യൂ ലോൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ. ഡിസ്അഗ്രിഗേഷൻ ഓഫ് മേജർ കാറ്റഗറി ഓഫ് എക്സ്പെൻസ് ചോദിക്കാം, അമോർട്ടൈസേഷൻ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ അറിയാൻ. അപ്പൊ ഏത് ചോദിക്കണേലും അത് ചോദിക്കാം. മനസ്സിലായോ? ഓക്കെ. ഇനി ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കറന്റ് ലയബിലിറ്റീസിന്റെയോ അല്ലെങ്കിൽ റവന്യൂന്റെ അല്ല കറന്റ് ലയബിലിറ്റീസിന്റെയോ കറന്റ് അസറ്റ്സിന്റെയോ ഒന്നും ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? ബ്രേക്ക് ഡൗൺ ഓഫ് കറന്റ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ കറന്റ് അസറ്റ്സ് ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അത് പ്രയർ ഇയറുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ലോൺ കമ്പനി എടുത്തിട്ടുണ്ടെന്ന് ക്വസ്റ്റനിൽ എവിടെയെങ്കിലും പറയാണ്, അങ്ങനെയാണ് നമുക്ക് എപ്പോഴും ചോദിക്കാൻ പറ്റുന്നത് എന്തായിരിക്കും? നമ്മളെപ്പോഴും അവിടെ പല റിസ്ക് പറയും, കോവനൻസ് ബ്രീച്ച് ആവും, മാനേജ്മെന്റ് ബയസ്ഡ് ആവും എന്നെല്ലാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ലോൺ ടേക്കൺ ഔട്ടിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. എത്രയാണ് ലോണിന്റെ എമൗണ്ട്, ഇൻട്രസ്റ്റ് എത്രയാണ് പേയബിൾ, റീപേയ്മെന്റ് ടേംസ് എന്തൊക്കെയാണ്, ബോറോയിങ് കോസ്റ്റ് അല്ലാണ്ട് ഇൻട്രസ്റ്റ് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് അല്ലാതെ ബോറോയിങ് കോസ്റ്റ് വേറെ എന്തെങ്കിലും ഇൻകർ ആയിട്ടുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അത് ചോദിക്കുന്നുണ്ടാവുക. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇൻഫർമേഷൻ അവൈലബിൾ ഇൻ റിലേഷൻ ടു ഫ്ലോട്ടേഷൻ, നമ്മുടെ കമ്പനി പുതുതായിട്ട് ഷെയർ ഇഷ്യൂ നടത്തിയെന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ കറന്റ് അസറ്റിന്റെ ബ്രേക്ക് ഡൗൺ തന്നിട്ടില്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് കറന്റ് അസറ്റ് നമുക്ക് ചോദിക്കാം. എന്നിട്ട് ഇൻഡിവിജ്വൽ ഫിഗേഴ്സ് ആയി ഇൻവെന്ററിയും റിസീവബിൾസും ക്യാഷും ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ, ട്രെൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കമ്പനിക്ക് മൾട്ടിപ്പിൾ മാനുഫാക്ചറിംഗ് ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. മൾട്ടിപ്പിൾ മാനുഫാക്ചറിംഗ് ലൊക്കേഷൻസ് അല്ലെങ്കിൽ കമ്പനി വെയർ ഹൗസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ഇൻവെന്ററി കൗണ്ടിന് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്തേക്കുന്നത് നോക്കണം. റിസൾട്ട്സ് ഓഫ് ദി ഇൻവെന്ററി കൗണ്ട് നോക്കുക. അതേപോലെ തന്നെ ഈ ഇൻവെന്ററി കൗണ്ട് നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്തേക്കുന്നത്, എന്തൊക്കെ ഇഷ്യൂസ് ആണ് നമ്മൾ എൻകൗണ്ടർ ചെയ്തേക്കുന്നത്, ഈ ഓരോരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ഫോർകാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാനായിട്ട് പറ്റും. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇഷ്യൂസ് എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെപ്പോഴായിരിക്കും നമ്മൾ ചോദിക്കേണ്ടി വരിക? ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ്റെ അകത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പൊ നമ്മുടെ കമ്പനിക്ക് കറന്റ് റേഷ്യോയും ക്യുക്ക് റേഷ്യോയും കുറഞ്ഞു, റിസീവേഴ്സും പേബിൾസും ഇൻവെന്ററി ഡേയ്സ് ഒക്കെ കൂടി എന്ന് പറയും. അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യും, ഡിസ്ക്ലോസ് ചെയ്യണം എന്ന്. അവിടെ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നറിയാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കമ്പനിയുടെ ഫോർകാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും വർക്കിംഗ് ക്യാപിറ്റൽ ഇഷ്യൂസ് എന്തെങ്കിലും കമ്പനി ശരിക്കും ഫേസ് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായോ? ഓക്കെ. ഇനി കമ്പനി ആരോടെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ലോണിന്റെ എഗ്രിമെന്റ്സ് ചോദിക്കാം. അപ്പൊ എത്രയാണ് ക്രെഡിറ്റിന്റെ എമൗണ്ട്, എന്തൊക്കെയാണ് അത് കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരുന്ന ഇമ്പാക്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു, ഒരു ജോയിന്റ് വെഞ്ചറിന് അക്വിസിഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അസോസിയേറ്റിന് അക്വിസിഷൻ നടത്തുന്ന സമയത്തെല്ലാം അവിടെ എപ്പോഴും നമ്മളൊരു പോസിബിലിറ്റി പറയാറുണ്ട്, ലീഗൽ ഡോക്യുമെന്റേഷൻ. അതായത് അവർക്ക് ഇവൻ ഈ 20% മേലെയോ 50% മേലെയോ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും കൺട്രോൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അസോസിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സബ്സിഡറി ആയിട്ട് അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നോർമൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലീഗൽ ഡോക്യുമെന്റേഷൻ റിവ്യൂ ചെയ്യണം. പർച്ചേസ് ഓഫ് അസോസിയേറ്റ് അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ജോയിന്റ് വെഞ്ചർ അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഏതാ പറയാ സബ്സിഡറി, ഇതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമുക്ക് എത്രത്തോളം റൈറ്റ്സ് ആണ് കിട്ടിയേക്കുന്നത്, നമുക്ക് എത്രത്തോളം വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, എങ്ങനെയാണ് എഫ്എസിന്റെ അകത്ത് ട്രീറ്റ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പുതിയ NEDനെ അപ്പോയിന്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു പുതിയ ഫിനാൻസ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചോദിക്കാം? അവരുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും
അവർക്ക് എന്തൊക്കെയാണ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളത്, കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് വാല്യുവേഷൻ നമ്മൾ ചോദിക്കുന്നുണ്ടാവണം. അതായത് ഡേറ്റ് ഓഫ് റീവാലുവേഷൻ എത്രയാണ്, അതേപോലെ തന്നെ നമുക്ക് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസും റിലേഷൻഷിപ്പ് ഒക്കെ ചോദിക്കാം ഒരു വാല്യുവേഷൻ എക്സ്പേർട്ടിന്റെ. അതായത് ഇപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ പറയും കമ്പനി ഒരു വാല്യുവേഷൻ എക്സ്പേർട്ടിനെ വെച്ച് അവരുടെ PPE ഒക്കെ റീവാല്യൂ ചെയ്തു എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാല്യുവേഷൻ നടത്തിയതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചോദിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാ, എത്രയാണ് വാല്യുവേഷൻ നടത്തിയത്, ആ വാല്യുവേഷൻ നടത്തിയ ആൾക്ക് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്തെന്നുണ്ട്, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വാല്യുവേഷൻ റിപ്പോർട്ട് എത്ര ആക്യുറേറ്റ് ആണെന്നുള്ള കാര്യം. ദെൻ അതേപോലെ തന്നെ നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഇന്റേണൽ ഓഡിറ്ററിന്റെ വർക്ക് യൂസ് ചെയ്യാൻ പോവാണെന്ന് സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മളവിടെ പറയും ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും, കാരണം ഇവരുടെ വർക്കിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമ്മുടെ വർക്കിലും ആ മിസ്റ്റേക്ക് റിഫ്ലക്ട് ആവും എന്ന് പറയും. അപ്പൊ അവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന എന്തായിരിക്കും, നമുക്ക് അങ്ങനെയുള്ള ഒരു ഇന്റേണൽ ഓഡിറ്ററിന്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അവരുടെ വർക്കിന് മേലെ റിലേ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. ഇനി നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഫ്രോഡ് നടന്നതിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ ഓഡിറ്ററുമായിട്ടുള്ള ഡിസ്കഷൻ നടത്തിയേക്കുന്നതിന്റെ നോട്ട്സ് നമുക്ക് ചോദിക്കാം. ഈ ഫ്രോഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നമ്മുടെ കമ്പനിയിൽ വന്നേക്കുന്ന സിറ്റുവേഷൻ, നമ്മുടെ ഓഡിറ്റ് അപ്രോച്ചിനെ അത് എങ്ങനെ എഫക്ട് ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്. ഇനി കമ്പനി എന്തെങ്കിലും ഒരു പുതിയ അക്വിസിഷൻ നടത്താൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡ്യൂ ഡെലിജൻസ് റിപ്പോർട്ട് ചോദിക്കാം. ഇനി അക്വിസിഷൻ നടത്താൻ പോകുന്ന ഇയർ എൻഡിന് ശേഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ പൊട്ടൻഷ്യൽ അക്വിസിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീഷൻ ഡേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കണം. കാരണം അക്വിസിഷൻ നടത്തുന്ന ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ട്രീറ്റ് ഇറ്റ് ആസ് എ സബ്സീക്വന്റ് ഇവന്റ്. അതുകൊണ്ടാണ് നമ്മൾ അത് നോക്കണം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവണം. എത്രയാണ് ഫ്ലോട്ടേഷൻ നടത്തിയേക്കുന്നത്, എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റൽ എത്ര റേസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്. ഇനി നമ്മുടെ കമ്പനി പുതുതായിട്ട് എങ്ങാനും സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി ലിസ്റ്റ് ചെയ്ത കമ്പനി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. എന്തൊക്കെ നെസസറി ഡിസ്ക്ലോഷേഴ്സ് ആണ് കൊടുക്കേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള റവന്യൂ റെക്കഗ്നൈസ് ചെയ്തു ഇൻ റിലേഷൻ ടു IFRS 15, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ റവന്യൂ റെക്കഗ്നേഷൻ നടത്തിക്കുന്ന IFRS 15 പ്രകാരം തന്നെയാണോ, അവരുടെ ഇൻകം എത്ര പേരിലേക്കാണ് ഡെഫർ ചെയ്തേക്കുന്നത്, അതേപോലെ തന്നെ അത് ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഫൈനലി നമ്മൾ പറഞ്ഞു നമ്മുടെ കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഓഫ് ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റിംഗ് നമ്മൾ നോക്കണം. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഏതൊക്കെ ജൂറിസ്ഡിക്ഷനിലാണ് ഇവർ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇവർ ലിസ്റ്റ് ചെയ്യുന്നതിന്റെ റാഷണൽ എന്താണ്, ഇവർക്ക് എത്ര ടൈം സ്കെയിൽ ആണ് ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട്. ഇനി ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് അറിയണം ഒരു കമ്പനിയുടെ ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് വീക്ക് ആണ്, അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനകത്ത് ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് അവിടെ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ റിവ്യൂ ചെയ്യണം, എന്നിട്ട് അതിന്റെ ഫൈൻഡിങ്സ് ഓരോന്ന് ഇവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആഡിക്വേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള വർക്കാണ് ചെയ്യുന്നത്, അതിന് മേലെ റിലേ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് വെരി ഫൈനലി കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള ക്യാഷ് സെറ്റിൽഡ് ആയിട്ടുള്ള ഷെയർ ബേസ്ഡ് പേയ്മെന്റ് സ്കീം ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു കമ്പനി ക്യാഷ് സെറ്റിൽഡ് ആയിട്ടുള്ള ഷെയർ ബേസ്ഡ് സ്കീമിൽ ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഡോക്യുമെന്റേഷൻസ് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര പേര് ആ സ്കീമിലുണ്ട്, അതേപോലെ തന്നെ എത്ര മെറ്റീരിയൽ ആണ് ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ സംബന്ധിച്ചെന്നുള്ള കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അഡീഷണൽ ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഞാൻ ഈ നോട്ട്സ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു പോയതെല്ലാം വെറും എക്സാമ്പിൾസ് മാത്രമാണ്. നിങ്ങൾ നോക്കേണ്ടത് ഇത്രയാണ്. ഇവിടെ നമ്മൾ പഠിച്ച പോയിന്റ്സ് ഒരെണ്ണം പോലും കാണാതെ കൊണ്ടുപോയി എക്സാമിന് എഴുതി വെക്കാൻ പറ്റില്ല. പകരം നിങ്ങൾ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് വേണം എഴുതാനായിട്ട്. നിങ്ങൾ സിനാരിയോയിൽ നോക്കുക, സിനാരിയോയിൽ എന്താണ് നിങ്ങളുടെ അഡീഷണൽ ഇൻഫർമേഷനെ കുറിച്ച് പറഞ്ഞേക്കുന്നുള്ള കാര്യം. സിനാരിയോയിൽ എന്താണ് അഡീഷണൽ ഇൻഫർമേഷനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് അതുമായിട്ട് വേണം കറസ്പോണ്ടിങ്ങിന് നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട്. പറഞ്ഞ് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ എപ്പോഴും നോക്കണം സിനാരിയോയ്ക്കകത്ത് എന്താണോ അഡീഷണൽ ഇൻഫർമേഷനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് നല്ലപോലെ ആലോചിച്ച് നോക്കുക. സിനാരിയോയ്ക്കകത്ത് അഡീഷണൽ ഇൻഫർമേഷനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡ് വരേണ്ട അടുത്ത ക്വസ്റ്റൻ എന്തായിരിക്കും, ഓക്കെ ദിസ് ഈസ് അബൌട്ട് അഡീഷണൽ ഇൻഫർമേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് എന്തൊക്കെയാണ് ചോദിക്കാൻ പറ്റുക? അപ്പൊ നിങ്ങൾ ഓരോ റിസ്ക്കും അനലൈസ് ചെയ്യുക. ആ റിസ്കിന്റെ കേസ് നിങ്ങൾ നോക്കുക ഇവിടെ എന്തായിരിക്കും എനിക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷന്റെ പർപ്പസ് എന്താണോ ആ പർപ്പസ് കൂടെ പറയാം. പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബേസിക്കലി റിസ്ക് എന്താണോ ആ റിസ്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പർപ്പസ് എന്ന് പറയാം. ക്ലിയർ ആയോ? അതായത് നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വേണം, അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം, എന്താണോ ആ റിസ്ക് ഉണ്ടോ എന്ന് അറിയാന്നുള്ളതാണ് പർപ്പസ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? അതാ നമ്മൾ പറഞ്ഞു റവന്യൂ റെക്കഗ്നേഷൻ പോളിസി നമ്മൾ ചോദിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ റിസ്ക് ആയിരുന്നു റവന്യൂ അപ്രോപ്രിയേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ റവന്യൂ അപ്രോപ്രിയേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ അതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയാം. മനസ്സിലായോ പ്രോപ്പർലി എല്ലാവർക്കും? പക്കാ സാറേ, അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി എവിഡൻസസ് അല്ലേ ചോദിക്കുന്നത്? അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ എവിഡൻസ് ആണ് ചോദിക്കുന്നത്. പക്ഷെ അത് ഓഡിറ്റ് എവിഡൻസ് എഴുതുന്ന പോലെ അല്ല ആൻസർ എഴുതേണ്ടത്. അതായത് നമുക്ക് പാർട്ട് ബിയിൽ ഓഡിറ്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ എഴുതാനുണ്ടല്ലോ. അവിടെ നിങ്ങളോട് ചോദിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ എന്തായിരുന്നു, ആസ് എൻ ഓഡിറ്റർ വേറൊരാള് ഓൾറെഡി പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ട്,
നിങ്ങൾ റിവ്യൂവിന് ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ നോക്കാൻ പോകുന്നത് എന്താ? സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ്. മനസ്സിലായോ? അതായത് അസേർഷൻസ് ആയിരിക്കും അവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ പക്ഷെ അസേർഷൻ ആണോ? അല്ല. ഇവിടെ ആ റിസ്ക് ഉണ്ടോ എന്ന് മാത്രം അറിയാനായിട്ടുള്ള ഫർദർ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. മനസ്സിലായോ? ഓക്കെ സർ. ഓക്കെ, സോ ദാറ്റ് മേക്സ് എ ഡിഫറൻസ് കേട്ടോ. ഹലോ സാർ, ഇത് നമ്മളൊരു സബ്സിഡറി ഡിസ്പോസ് ചെയ്താണെങ്കിൽ നമ്മൾ എങ്ങനെയെല്ലാം ചോദിക്കാൻ പറ്റും? സബ്സിഡറിനെ ഡിസ്പോസ് ചെയ്താണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആണോ? ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ദി ഡിസ്പോസൽ ഓഫ് സബ്സിഡറി ചോദിക്കാം. അവിടെ എന്തായിരിക്കും നമുക്ക് ചോദിക്കാൻ പറ്റും? ഡോക്യുമെന്റ് ആയിട്ട് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ സെയിൽ ഡീഡ്സ് ചോദിക്കാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എത്ര എമൗണ്ടിനാണ് പ്രൊസീഡ്സ് ഉണ്ടായത്, അതേപോലെ തന്നെ ഏതൊക്കെയാണ് സബ്സിഡറിയുടെ അസറ്റ് നമ്മൾ ഡീറെക്കഗ്നൈസ് ചെയ്ത് സെയിൽ ചെയ്തത്, എന്നാണ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദി ട്രേഡ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? സാർ, അതായത് ഇപ്പൊ ക്വസ്റ്റിനോട് ഇപ്പൊ 4 മാർക്സിനാ ചോദിക്കുന്നത്. അപ്പം അഡീഷണൽ ഇൻഫർമേഷൻ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് വാങ്ങുന്നത്. ഓക്കെ, അപ്പം എത്ര പോയിന്റ് ചെയ്തിട്ടുണ്ട് അതിന്? 4 മാർക്ക്. 4 points. For each point you will be getting 1 mark. Okay. അതായത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് കൂടി 1 മാർക്ക് കിട്ടുന്നത്? അതെ. ക്ലിയർ ആയി എല്ലാവർക്കും? പ്രോപ്പർ. അത് ഓഡിറ്റ് റിസ്കിന്റെ കൂട്ടത്തിലുള്ളതാണോ അത് പാർട്ട് ബിയിലാണോ? അല്ല, അത് മൊത്തം ഓഡിറ്റ് റിസ്കും അഡീഷണൽ ഇൻഫർമേഷൻ വരുന്നുണ്ട്, പ്രൊസീജിയർ വരുന്നുണ്ട്, ഓഡിറ്റ് പിന്നെ എത്തിക്സ് വരുന്നുണ്ട്. എല്ലാം കൂടി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതില് ഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട് ഡിസ്പോസലിനെ പറ്റിട്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി എല്ലാവർക്കും അഡീഷണൽ ഇൻഫർമേഷൻ എന്താന്നുള്ള കാര്യം? യെസ് സർ. പെർഫെക്റ്റ്. ഇനി നമ്മുടെ കീ ഏരിയ എന്ന് പറയുന്നത് ഏതാ? ഓഡിറ്റ് പ്രൊസീജിയർ ആണ്. അതായത് ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ, റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. സോ ഇതിന്റെ മൂന്നിന്റെ കോമ്പിനേഷൻ ആണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടെസ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ അറ്റ് ദ അസേർഷൻ ലെവൽ. നമ്മുടെ കമ്പനിയുടെ ഓരോരോ ട്രാൻസാക്ഷൻസിനെയും അസേർഷൻ ലെവലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. ക്ലിയർ ആയോ? യെസ് സർ. ഓക്കെ, ഫൈൻ. Then, first of all, substantive procedures എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, you need to clearly provide a procedure like inquire, inspect, observe, recalculate, assess, compare, consider, scrutinize, vouch, ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ യൂസ് ചെയ്യാം. Plus, whatever be the document or the information that you need, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം വേണം രണ്ടാമതായിട്ട് പറയാനായിട്ട്. പ്ലസ് പേർപ്പസ്, നിങ്ങൾ എന്ത് പ്രൊസീജിയർ ചെയ്താലും അത് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. സോ അപ്പൊ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറയേണ്ടത്? ക്ലിയർ ആയിട്ട് എന്താണ് പ്രൊസീജിയർ ആയിട്ട് നിങ്ങൾ പെർഫോം ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്നുള്ള കാര്യം പറയണം. നിങ്ങൾക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഏതാണെന്നുള്ള പറയാം. എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന പേർപ്പസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടാവണം. സോ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞു പ്രൊസീജിയർ ഉണ്ട്, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ട്, പേർപ്പസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഈ 3 സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞ ഇതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്കുക, സിനാരിയോയോട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ആദ്യമേ നിങ്ങൾ സിനാരിയോയോട് ചോദിക്കുക, ഇവിടെ എനിക്ക് എന്തൊക്കെയാണ് മാനേജ്മെന്റുമായിട്ട് എൻക്വയർ ചെയ്യാൻ പറ്റുന്നത്, മാനേജ്മെന്റുമായിട്ട് എൻക്വയർ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നിങ്ങൾ സിനാരിയോയോട് ചോദിക്കണം. രണ്ടാമതായിട്ട് മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നും റിട്ടേൺ റെപ്രസെന്റേഷൻ, മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നും റിട്ടേൺ റെപ്രസെന്റേഷൻ എനിക്ക് എന്തിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങാം. ദെൻ എനിക്ക് എക്സ്റ്റേണൽ കൺഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യാം. സോ എനിക്ക് എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഏത് തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാൻ പറ്റുന്നത് എന്നാലോചിച്ച് നോക്കുക. ഇനി നെക്സ്റ്റ് എനിക്ക് കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്യാം. കറസ്പോണ്ടൻസ് പറഞ്ഞ എന്താണ്? കറസ്പോണ്ടൻസ് പറഞ്ഞ എന്താ? എന്നുള്ളതല്ല, രണ്ടുപേരും തമ്മിൽ നടത്തുന്ന എന്താണ്? കമ്മ്യൂണിക്കേഷൻ. അപ്പം കറസ്പോണ്ടൻസ്, ഒരു നമ്മുടെ ക്ലയന്റ് കമ്പനിയും തേർഡ് പാർട്ടീസും തമ്മിൽ കറസ്പോണ്ടൻസ് ഉണ്ടാവും, അതായത് കമ്മ്യൂണിക്കേഷൻസ് നടത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലയന്റും ആരും തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നോക്കാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ദെൻ അടുത്തത്, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് റീകാൽക്കുലേറ്റ് അല്ലെങ്കിൽ
റീപെർഫോം ചെയ്യാൻ പറ്റുന്നത്, റീകാൽക്കുലേറ്റ് അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാൻ പറ്റുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും റീകാൽക്കുലേഷൻ അല്ലെങ്കിൽ റീപെർഫോമൻസ് ചെയ്യുന്നുണ്ടാവുക? ബേസിക്കലി മാത്തമാറ്റിക്കൽ ആക്യുറസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, മാത്തമാറ്റിക്കൽ ആക്യുറസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ എനിക്ക് എന്താണ് ഇവിടെ റീകാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നോക്കണം. അടുത്തതായിട്ട് നമുക്കിവിടെ എന്തൊക്കെയാണ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുക? ഓക്കെ, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞ ബേസിക്കലി എന്തായിരിക്കും? കറന്റ് ഇയർ വേഴ്സസ് പ്രയർ ഇയർ കമ്പാരിസൺ ആയിരിക്കാം, അല്ലെങ്കിലോ കറന്റ് ഇയർ വേഴ്സസ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡുമായിട്ടുള്ള കമ്പാരിസൺസ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ എനിക്ക് എന്തൊക്കെയാണ് കറന്റ് ഇയറും പ്രയർ ഇയറും ആയിട്ടുള്ള കമ്പാരിസൺ നടത്താൻ പറ്റുന്നത്, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് വേണം അടുത്തത് ആലോചിച്ച് നോക്കാൻ. ഇനി അടുത്തതായിട്ട് നിങ്ങൾ എന്താ നോക്കേണ്ടത്? ബേസിക്കലി ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ഈ ക്ലയന്റിന്റെ അടുത്ത് ചെല്ലും. ക്ലയന്റിന്റെ അടുത്ത് ചെല്ലുമ്പം എന്ത് തരത്തിലുള്ള കാര്യമാണെങ്കിലും ക്ലയന്റ് അവരുടെ ബോർഡ് മീറ്റിംഗ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതെല്ലാം എവിടുന്ന് കാണാൻ പറ്റുന്നത്? ബോർഡ് മിനിറ്റ്സിൽ കാണാം. അങ്ങനെയാണെങ്കിൽ ബോർഡ് മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇനി അതേപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? എനിക്ക് ഏതൊക്കെയാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുമായിട്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുമായിട്ട് എഗ്രി ചെയ്യാൻ പറ്റുക? ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു സെയിൽ ഓഫ് അസറ്റ് നടത്തും, അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ നോക്കാം. അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുമായിട്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൺഫേം ചെയ്യണം. ഇനി എനിക്ക് എന്തൊക്കെയാണ് എക്സ്പെൻസസ് ഇൻകർ ആയേക്കുന്നത്, ആ എക്സ്പെൻസസ് ഒക്കെ P&L അല്ലെങ്കിൽ SOFPയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ചെയ്യാൻ പറയാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ബേസിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? You can inquire with the management about certain things. Then next you can obtain written representation from the management. External confirmations നമുക്ക് വാങ്ങിക്കാൻ പറ്റും. കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്യാം, നമുക്ക് റീകാൽക്കുലേറ്റ് അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാം, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാം, ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്യാൻ പറ്റും, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുമായിട്ട് കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാം, കൺഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യാം. ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു തിങ്ക് what you can inquire with the management. ഇപ്പോൾ ഒരു ഇമ്പയർമെന്റിന്റെ കേസാണ്, അപ്പോൾ എൻക്വയർ വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ ഇമ്പയർമെന്റ് in order to confirm dash, in order to confirm that the company have recognized the impairment expenses during the current year period. Then written representation management എന്ന് പറഞ്ഞു. Well, we can obtain that. So obtain written representation from the management എന്തിനു വേണ്ടിയിട്ടാ? In order to confirm that the company have taken appropriate action for the, അല്ലെങ്കിൽ the company have recognized provision in relation to probable future cash outflow that might arise because of the pending court case against the company. External confirmation obtain ചെയ്യാണ്. Well, we can obtain external confirmation. അപ്പൊ നിങ്ങൾ അവിടെ നോക്കുക, ഇവിടെ എനിക്ക് ഏത് തേർഡ് പാർട്ടിയോടാണ് ചോദിക്കാൻ പറ്റുക? ഒരു പ്രൊവിഷന്റെ കേസാണ് പറഞ്ഞേക്കുന്നത്, ഒരു കസ്റ്റമർ കമ്പനിക്ക് എഗൈൻസ്റ്റ് കേസ് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? obtain external confirmation from the customer in order to confirm that there will be a probable future cash outflow for the company. ഇനി കറസ്പോണ്ടൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു രണ്ടുപേര് തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം കറസ്പോണ്ടൻസ്. സോ റിവ്യൂ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ Allen company and the customer in order to understand whether the customer is willing to pay the amount outstanding as receivables for the prior year period. ഇനി റീകാൽക്കുലേറ്റ് നമുക്ക് പറയാമെന്ന് പറഞ്ഞു. റീകാൽക്കുലേറ്റ് itself a procedure. അപ്പൊ നമുക്ക് എന്ത് പറയാം? റീകാൽക്കുലേറ്റ് the impairment expenses of the client company in order to ensure the mathematical accuracy. ഇനി അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടതാണ് പെർഫോം തന്നെയായിരിക്കും. പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് by comparing the current year provision with that of the prior year, and in case of significant differences, investigate that. Perform analytical procedure by comparing the current year provision with that of the provisions made by the industry, and in case of significant differences, investigate that. Then board minutes നിങ്ങൾക്ക് ഒന്നെങ്കിൽ റിവ്യൂ ചെയ്യാം അല്ലെങ്കിൽ ബോർഡ് മിനിറ്റ്സ് ഇൻസ്പെക്ട് ചെയ്യാൻ പറയാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? in order to understand whether the authorization have been provided in relation to the sale of the asset. Review board minutes in order to understand whether there are any matters that affect review the post year and board minutes to understand whether there are any matters that affects the company's going concern. Review board minutes in order to ensure
whether the company is willing to pay its customers a full refund for the product recall, and so on. Ini, whatever be the document, നിങ്ങൾക്ക് അത് supporting documents use ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ transactions verify ചെയ്യാം. Suppose consider like this, നിങ്ങളോട് question പറയാണ് കമ്പനിക്ക് ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് ഇൻക്ര എന്ന് പറഞ്ഞു. So you can agree the amount spent on research and development expenditure to the invoices. You can agree the amount spent for the construction of a amount spent for the production of a inventory by matching it with the supporting documents such as payroll records, then invoices for the purchase of raw materials, etc. Then finally, you can always confirm whether expenses in relation to impairment has been recognized in the statement of P&L for the year. You can confirm whether the expenditures in relation to the development expenditures have been capitalized in the statement of financial position, and so on. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. സോ ലിറ്ററലി പറഞ്ഞാൽ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിൽ വെക്കുക. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, ഇത് ഓരോന്നും എന്തിനു വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അതിന്റെ പർപ്പസും കൂടി പറയുന്നുണ്ടാവണം. സോ ദാറ്റ്സ് എ മെയിൻ തിങ്. സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രൊസീജിയർ എന്താണോ ആ പ്രൊസീജിയർ നമ്മൾ ക്ലിയർലി മെൻഷൻ ചെയ്യുക. ഈ പറഞ്ഞു പോയ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഓരോന്നും ഹൈലൈറ്റ് ചെയ്തേക്കുന്ന റെഡ് ലൈൻസ് ആണ് പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. അതിനുശേഷം ഈ വൈറ്റ് കളറിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണ് അല്ലെങ്കിൽ വൈറ്റ് കളറിൽ എഴുതി പോയേക്കുന്നതാണ് നമ്മുടെ ഡോക്യുമെന്റ് എന്ന് പറയാം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പ്രൊസീജിയർ എഴുതണം എന്ന് പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് എഴുതണം. എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ആ പർപ്പസ് പറയുന്നുണ്ടാവണം. അതായത് ക്ലിയർലി പർപ്പസ് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ടു കൺഫേം, then to ensure, then to assess, then to confirm, ensure, assess. ഇത് തന്നെ മെയിൻലി യൂസ് ചെയ്താൽ മതി. ഈ 3 ടേംസ് മൈൻഡ് വെച്ചാൽ മതി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ നോക്കുക, ഓരോ സിറ്റുവേഷനിലും ഞാൻ ഇത് എന്തിനു ചെയ്തു, എന്ത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്തത്, എന്താണ് എനിക്ക് ഇതുവഴി എൻഷുർ ചെയ്യാൻ പറ്റുക, എന്താണ് എനിക്ക് ഇവിടുന്ന് അസസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഇവിടുന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക, വാട്ട് ഐ ക്യാൻ ഒബ്സർവ് ഫ്രം ദിസ് കേസ്. ഈ കാര്യങ്ങളായിരിക്കും നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. സോ ഓൾവേസ് കീപ് ദിസ് തിങ് ഇൻ മൈൻഡ്. അപ്പം അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നതും ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. AAA എന്ന് പറയുന്ന പേപ്പറിന്റെ അകത്ത് മാത്രം വി വോണ്ട് ബി ഏബിൾ ടു ബൈ ഹെഡ് എനി ഓഫ് ദിസ് പോയിന്റ്സ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്ല ഈ പോയിന്റ്സ് ബൈ ഹെഡ് ചെയ്യാം, പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ്സ് നമുക്ക് ബൈ ഹെഡ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം സബ്സ്റ്റാൻറ്റീവ്സ് ക്യാൻ കം അപ്പ് ഫോർ ക്വസ്റ്റൻ ഫ്രം എനി പാർട്ട്. അതുകൊണ്ട് തന്നെ യു മസ്റ്റ് ഓൾവേസ് കീപ്പ് ഓൺ റിമെമ്പറിംഗ് ദ കീ ടേംസ്. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്ത് സിനാരിയോക്കകത്ത് സിനാരിയോട് തന്നെ ചോദിക്കുക എനിക്ക് ഈ ഓരോ സിറ്റുവേഷനിൽ എന്തൊക്കെ കിട്ടുന്നത്. അപ്പം എന്തൊക്കെയാണ് എനിക്ക് മാനേജ്മെന്റുമായിട്ട് എൻക്വയറി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് റിട്ടേൺ റെപ്രസെന്റേഷൻ കിട്ടുക എന്നുള്ളത് നോക്കുക, എക്സ്റ്റേണൽ കൺഫർമേഷൻ എവിടെ നിന്ന് കിട്ടും, കറസ്പോണ്ടൻസ് എവിടെ നിന്ന് കിട്ടും, എന്താണ് എനിക്ക് റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എനിക്ക് എന്തൊക്കെ പെർഫോം ചെയ്യാം, ബോർഡ് മിനിറ്റ്സ് എനിക്ക് എന്തിനെ പറ്റിയിട്ടാണ് കിട്ടുക, ദെൻ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്തൊക്കെ തമ്മിൽ എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റും, ദെൻ എനിക്ക് എന്തൊക്കെയാണ് എക്സ്പെൻസസ് കൺഫേം ചെയ്യാനുള്ളത്. ഈ ഓരോ കാര്യങ്ങളും നോക്കുക. ക്ലിയർ ആയോ പ്രോപ്പർലി? ഇസ് ദാറ്റ് ക്ലിയർ ഗൈസ്? ഓക്കെ. അപ്പൊ ഒന്നുകൂടെ ഫൈനലായിട്ട് പറഞ്ഞേ, നമ്മൾ സിനാരിയോയുടെ അങ്ങോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്? വി നീഡ് ടു ആസ്ക് അബൌട്ട് ദ എൻക്വയറി വിത്ത് ദ മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം എന്ത് പറയണം, പ്രൊസീജിയർ പറയണം, നെയിം ഓഫ് ഡോക്യുമെന്റ് പറയണം, പേർപ്പസ് പറയണം. ഓക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞ എല്ലാവരും, ആദ്യം നമ്മൾ എന്താ പറയാ, എന്താണ് എനിക്ക് മാനേജ്മെന്റുമായിട്ട് എൻക്വയറി ചെയ്യാൻ പറ്റുന്നത്? ജസ്റ്റ് ആസ്ക് ടു ദ സിനാരിയോ. ഇവിടെ എന്താ മാനേജ്മെന്റിനോട് ചോദിക്കാനുള്ളത്? ഇഫ് ദർ ഈസ് ആൻ assumption, then you can discuss with the management on the rationale on the basis of which they have determined the provision. You can discuss with the management the rationale on the basis of which they have increased the amount of dash, they have decreased the amount of dash. You can discuss with the management about the reasons why there is significant variance in dash. അപ്പൊ ഏത് വേണമെങ്കിലും പറയാം. ഇനി റിട്ടേൺ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളെ കുറിച്ച് വേണമെങ്കിലും ഒബ്ടൈൻ ചെയ്യാം. പുറത്തുള്ള ആരാണ് ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ വരുന്നത് നോക്കുക. ഈ സിനാരിയോയിൽ ആരെങ്കിലും ഉണ്ടോ? ഒരു വാല്യൂവറോ, വാല്യുവേഷൻ എക്സ്പേർട്ടോ, ദെൻ നമ്മുടെ ഒരു ലോയറോ, ദെൻ കസ്റ്റമറോ, സപ്ലയറോ, ആരോ ഉള്ളത്? ഈ ഒരു സിറ്റുവേഷൻ കമ്പനി ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ചാൻസ് ഉള്ളത്? ആലോചിച്ച് നോക്കുക. ദെൻ ഇവിടെ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് റീകാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് ഉള്ളത്? ഇവിടെ ആരുമായിട്ടാണ് എനിക്ക് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുക? ബോർഡ് മിനിറ്റ്സ് ഇവിടെ റിവ്യൂ ചെയ്ത് എനിക്ക് എന്തുവാ കാണാൻ പറ്റുന്നത്? ദെൻ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് നോക്കാനുള്ളത്? ദെൻ ഇവിടെ എന്തൊക്കെ എക്സ്പെൻസസ് ആണ് എനിക്ക് കൺഫേം ചെയ്യാനുള്ളത്? ആലോചിച്ച് നോക്കുക. ഇത്രയും സാധനങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ആൻസർ ഫോർ audit procedures. So audit procedures is nothing but it's all about procedure plus the name of document plus the purpose for which you perform that. Clear? Yes sir. Okay. അപ്പം ആൻസർ എഴുതുമ്പോൾ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം? പർപ്പസ് ഉണ്ടാവണം. നിങ്ങൾ പറയും
perform analytical procedure by comparing the receivables of current year with the prior year. Endine? And in case of difference, investigate ചെയ്യാൻ. Obtain written representation from the management about the provision. Endine vendita? In order to consider whether the provisions have been created in accordance with IAS 37. Discuss with the management about the rationale on the basis of which they have determined the amount of impairment. Endine vendita? In order to consider whether it is reasonable and are in accordance with standards. Then review correspondence between Allen Company and Ram. Endinu vendita? In order to understand whether there will be a probable cash outflow. In order to understand, in order to ensure that, in order to assess. എന്താണോ അത് ക്ലിയർലി പറയണം. അത് പറയാൻ വിട്ടുപോകരുത്. അപ്പൊ എപ്പോഴും പറഞ്ഞു എഴുതുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു എഴുതുക. പ്രൊസീജിയർ എഴുതുന്നുണ്ടാവണം, ഡോക്യുമെന്റിന്റെ പേര് എഴുതണം, പേർപ്പസ് എഴുതണം. ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ് സർ. ഓക്കെ. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ ആണ് നമ്മൾ സോറി റീപെർഫോം യൂസ് ചെയ്യുന്നത്. റീപെർഫോം ഉണ്ട്. എങ്ങനത്തെ സിനാരിയോ കേസിലാണ് യൂസ് ചെയ്യുക റീപെർഫോം? അതായത് റീകാൽക്കുലേഷൻ അല്ലെ റീപെർഫോമൻസ് എപ്പോഴും ഓപ്ഷണൽ ആണ്. ബേസിക്കലി നമ്മുടെ ഈ അഡീഷണൽ ആയിട്ട് വരുന്നത് അതർ ദാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ റീപെർഫോം ചെയ്യുക. രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ കമ്പനി ഓൾറെഡി ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കമ്പനി പ്രിപ്പയർ ചെയ്ത ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അതിൻ്റെ അകത്തെ ഫിഗേഴ്സ് ഒക്കെ നമ്മളൊന്നും കൂടെ റീകാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് അത് മാത്തമാറ്റിക്കലി ആക്യുറേറ്റ് ആണോ നോക്കി. അതാണ് റീകാൽക്കുലേഷൻ എന്ന് പറയാം. ഓൺ ദ അതർ ഹാൻഡ് റീപെർഫോമൻസ് എന്താന്ന് ചോദിച്ചാൽ കമ്പനി ഒരു BRS ഉണ്ടാക്കി, നമ്മളും അതേപോലെ തന്നെ ഒരു BRS ഉണ്ടാക്കും. എന്നിട്ട് കമ്പനി ഉണ്ടാക്കിയ BRS നമ്മൾ ഉണ്ടാക്കിയ BRS കൂടെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇതാണ് റീപെർഫോമൻസ് റീപെർഫോമൻസ് എന്ന് പറയാം. ക്ലിയർ ആയോ? സോ ദാറ്റ് മേക്സ് എ സബ്സ്റ്റൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ റീകാൽക്കുലേഷൻ ആൻഡ് റീപെർഫോമൻസ്. അപ്പൊ റീകാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത ഡോക്യുമെന്റ് മാത്തമാറ്റിക്കൽ ആക്യുറസി മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. റീപെർഫോമൻസ് പറഞ്ഞാൽ അവർ പെർഫോം ചെയ്ത ഡോക്യുമെന്റ് നമ്മൾ ഒന്നുകൂടി റീപെർഫോം ചെയ്യും. ക്ലിയർ ആയോ? Is that clear? Yes sir. Okay. Yeah. അപ്പം റിവ്യൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയോ? അതായത് ഡിസ്ക്ലോഷേഴ്സിന്റെ അല്ലേ? അല്ല, അല്ലാതെ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാനായിട്ടൊക്കെ. ഏതായിരുന്നു ഒന്നുകൂടെ ചോദിക്കൂ. എന്തെങ്കിലും ഒരു എക്സ്പെൻസ് ഒക്കെ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാനായിട്ടൊക്കെ റിവ്യൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കുമോ? റിവ്യൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ഡയറക്ട്ലി ചോദിക്കില്ല. നമ്മൾ ഈ ബ്രേക്ക് ഡൗൺ ആണ് വാങ്ങിക്കുക എപ്പോഴും കേട്ടോ. ലൈക്ക് വെനെവർ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് about an expense, നമ്മളവിടെ ബ്രേക്ക് ഡൗൺ ആണ് ചോദിക്കുക. അതിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ മതി. ലൈക്ക് ഇഫ് യു വാണ്ട് യു കൻ ഇൻക്ലൂഡ് ഓർ റൈറ്റ് ഇറ്റ് അറ്റ് ആൻ അഡീഷണൽ പോയിന്റ്. ലൈക്ക് ഇങ്ങനെ എഴുതാം. ഒബ്ടൈൻ, എന്താ ഒബ്ടൈൻ ചെയ്യേണ്ടത്? ബ്രേക്ക് ഡൗൺ ആയിരിക്കും ഒബ്ടൈൻ ചെയ്യേണ്ടത്. ഒബ്ടൈൻ ബ്രേക്ക് ഡൗൺ ഓഫ് ഏതാണോ ഹെഡ്, ആ ഹെഡ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇൻ ഓർഡർ ടു ensure dash have been included. അതായത് ഇപ്പം obtain the breakdown of operating expenses in order to ensure that the depreciation charges have been included for the current year. Obtain breakdown of finance cost in order to ensure that the interest in relation to the new loan has been included in the financial statements. അങ്ങനെ ചോദിക്കാം. Okay? അപ്പം നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്യാൻ പറ്റും അല്ലേ? നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിവ്യൂ ചെയ്യാം. കാരണം എന്താ, ഇപ്പം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുത്താലും അതിൻ്റെ അകത്ത് റവന്യൂ എന്ന് പറയുന്ന ഫിഗർ ഉണ്ടാവും. അപ്പൊ ഒരു റവന്യൂ നമ്മൾ ഉദ്ദേശിക്കുന്ന അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ നേരെ പോയിട്ട് റവന്യൂ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ റവന്യൂ ഫിഗേഴ്സ് തന്നെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് ബ്രേക്ക് ഡൗൺ ചോദിക്കുന്നത്. പക്ഷെ ഇപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഡിസ്ക്ലോഷേഴ്സ് ആണെന്നുണ്ടെങ്കിലോ ആ സച്ച് ഡിസ്ക്ലോഷേഴ്സ് ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും ചോദിക്കാൻ പോകണ്ട. നമുക്കിപ്പോ ഒരു എന്താ പറയാ, ഇപ്പം ഒരു കണ്ടിജന്റ് ലയബിലിറ്റിയുടെ ഡിസ്ക്ലോഷർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? റിവ്യൂ ഡിസ്ക്ലോഷേഴ്സ് ഇൻ റിലേഷൻ ടു റിവ്യൂ ദ ഡ്രാഫ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് in order to understand disclosures in relation to contingent liability have been included in accordance with standards പ്രകാരം തന്നെ contingent liability എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത് ചെയ്താൽ മതി? FS എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയോ? സോ ഒരേ ഒരു കാര്യം മാത്രം മൈൻഡ് വെക്കുക, അഡീഷണൽ ഇൻഫർമേഷനും ഓഡിറ്റ് പ്രൊസീജിയറും നിങ്ങൾക്ക് ഇവിടെ തന്നെയാണ് ചോദിക്കുന്നത്. അഡീഷണൽ ഇൻഫർമേഷനും ഓഡിറ്റ് പ്രൊസീജിയറും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. പകൽ വ്യത്യാസമുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ, അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനെ ബേസ് ചെയ്താ ചോദിക്കുന്നത്? നിങ്ങൾ കണ്ടുപിടിച്ച റിസ്ക് എന്താണോ ആ റിസ്കിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ അഡീഷണൽ ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ടാവുക. ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ ആ റിസ്കിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തായിരിക്കും? ഓഡിറ്റ് പ്രൊസീജിയർ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക അസേർഷൻ ലെവൽ മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് അറിയാൻ. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു കാര്യം മൈൻഡിൽ വെക്കണം കേട്ടോ. ഓക്കെ? Is that clear, guys? Yes sir.
All right. Yes, sir. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നും ഇങ്ങനെ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പ്രോപ്പർലി മൈൻഡിൽ വെക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മളിപ്പം ഓൾറെഡി എന്താണ് ഓഡിറ്റ് റിസ്കിന്റെ ഫോമാറ്റ് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. സോ ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ഓഡിറ്റ് റിസ്ക് നമ്മൾ എന്തായിരുന്നു പറയേണ്ടത്? ആദ്യമേ മെറ്റീരിയാലിറ്റി പറയാ, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാ, വാട്ട് വിൽ ഗോ റോങ് പറയാ, ഇമ്പാക്ട് പറയാ. ഇത് നമ്മൾ പറഞ്ഞു ജനറൽ ആയിട്ടുള്ള റിസ്ക് ആണെന്നുണ്ടെങ്കിൽ മെറ്റീരിയാലിറ്റി പറയണം. ദെൻ അടുത്തായിട്ട് പറയേണ്ടത് എന്തായിരുന്നു? ആ റിസ്ക് എന്താണോ ആ റിസ്കിനെ മെറ്റീരിയാലിറ്റി അല്ല, ആദ്യമേ റിസ്കിനെ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് റിസ്കിനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. അവിടെ ഓവറോൾ ഇമ്പാക്ട് എന്താണ് എഫ്എസിന്റെ അകത്ത് വരുന്നത് എന്നുള്ള കാര്യം പറയണം. ഓൺ ദ അതർ ഹാൻഡ് നമ്മളോട് ചോദിക്കുന്ന ബിസിനസ് റിസ്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ആദ്യമേ ബിസിനസ് റിസ്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും, ഇമ്പാക്ട് എഴുതും. പക്ഷെ ബിസിനസ് റിസ്കിന്റെ കേസിലുള്ള ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Impact on the cash flow. Impact on cash flow, revenue, reputation. Revenue, reputation, goodwill, brand name, going concern, ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയോ? Okay. Yes, sir. Sir, can you please tell again the difference between additional information and audit procedure? അയ്യോ, ഇനി കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. സി നോക്കിക്കേ. ഓഡിറ്റ് പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ പ്രൊസീജിയർ എഴുതും, ഡോക്യുമെന്റിന്റെ പേരല്ലേ ഇൻഫർമേഷൻ എഴുതും, പർപ്പസ് എഴുതും. ഓഡിറ്റ് പ്രൊസീജിയറിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അസേർഷൻസ് ഓരോന്നും കറക്റ്റ് ആയിട്ടാണോ, അസേർഷൻ ലെവലിൽ മിസ്റ്റേക്ക് ഉണ്ടോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മിസ്റ്റേറ്റഡ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യുക. ഓൺ ദ അതർ ഹാൻഡ് റിസ്ക് അസസ്മെന്റ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആസ് ആൻ ഓഡിറ്റർ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എന്തൊക്കെ റിസ്കുകളുണ്ട്, മിസ്റ്റേക്സിനുള്ള പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ നോക്കുകയാണ്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്തെ മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എന്ത് ഇൻഫർമേഷനാണ് വേണ്ടത്? അപ്പൊ നിങ്ങൾക്ക് അവിടെ വേണ്ടുന്ന ഇൻഫർമേഷൻ എന്താണോ ആ ഇൻഫർമേഷനും അതിന്റെ പർപ്പസ് മാത്രം പറഞ്ഞാണ്. അത് നമ്മൾ പറഞ്ഞ് ഇപ്പൊ റവന്യൂ റെക്കഗ്നീഷൻ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് അവിടെ നിങ്ങൾ പറഞ്ഞു റവന്യൂ ഇനീഷ്യലി അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവും വിത്തൗട്ട് റെക്കഗ്നൈസിങ് ഇറ്റ് എസ് എ ഡെഫേർഡ് ഇൻകം എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യമേ പറയും. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ഇവിടെ നമ്മൾ പറയുന്നുണ്ടാവും എന്തായിരിക്കും? അങ്ങനെ നേരെ പറയുന്നതിന് പകരം നമ്മൾ ഇവിടെ പറയും, ഇവിടെ നമുക്ക് പ്രൊസീജിയേഴ്സിന്റെ ആവശ്യമല്ല ഉള്ളത്, പകരം എന്താണ് അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടത്? റവന്യൂ റെക്കഗ്നേഷൻ പോളിസിയാണ് വേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാ? റവന്യൂ അവരെങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നതെന്ന് അറിയാൻ. ഇനി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലോ നിങ്ങൾ അവിടെ റവന്യൂവിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കും, ആ സാമ്പിൾ ഓഫ് റവന്യൂ എടുത്തിട്ട് കറക്റ്റ് ആയിട്ടാണ് ടെസ്റ്റ് ചെയ്തേക്കുന്നത് നോക്കും, സാമ്പിൾ ഓഫ് റവന്യൂ എടുത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് ക്രോസ് ചെക്ക് ചെയ്യും, അത് റീകാൽക്കുലേറ്റ് ചെയ്യും, അതേപോലെ തന്നെ അത് ഇൻവോയ്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടാവും, GDN ആയിട്ട് നമ്മൾ മാച്ച് ചെയ്യുന്നുണ്ടാവും, അതേപോലെ തന്നെ സെയിൽസ് ഓർഡേഴ്സ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്ന എവിടെ ആയിരിക്കും? ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ അകത്തായിരിക്കും. ഇമാതിരി ഒരു കാര്യം നിങ്ങൾ അഡീഷണൽ ഇൻഫർമേഷൻ ചെയ്യുന്നില്ല. അവിടെ നിങ്ങൾക്ക് ആ റിസ്ക് ഉണ്ടോ എന്നറിയാൻ എന്താണോ ഇൻഫർമേഷൻ അഡീഷണൽ വേണ്ട, ആ ഇൻഫർമേഷൻ മാത്രം പറഞ്ഞാൽ മതി. ആ ഇൻഫർമേഷൻ നിങ്ങൾ വാങ്ങിക്കുന്നതിന്റെ പർപ്പസ് എന്താണോ ആ പർപ്പസും കൂടി പറയാം. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് എൻഡ് ഓഫ് ദ ആൻസർ. ക്ലിയർ ആയോ? പക്കാ? ഓക്കെ. ഇതേപോലെ ഈ പ്രൊസീജിയേഴ്സ് ഇല്ലേ, ഈ പ്രൊസീജിയേഴ്സ് നമ്മൾ പ്ലാനിങ് സ്റ്റേജിലും എൻഡിങ്ങിലും ഉള്ളത് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക? ലൈക്ക് പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക റിസ്ക് അസസ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും. ദെൻ എക്സിക്യൂഷൻ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കൺക്ലൂഷൻ സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓവറോൾ റിവ്യൂവിന് വേണ്ടിയിട്ടായിരിക്കും. ഇതിലുള്ള 3 വ്യത്യാസം. അപ്പൊ പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ മാരകമായ പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. റിസ്ക് ഉണ്ടോ എന്ന് അസസ് ചെയ്യാൻ കൂടുതലും കമ്പാരിസൺസും എൻക്വയറിയും അതേപോലെ തന്നെ ബേസിക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ചുള്ള മാച്ചിങ് ഒക്കെ മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആൻഡ് എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും വെച്ച് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ടാവുക ഫൈനൽ സ്റ്റേജ് ഓഫ് ഓഡിറ്റിംഗ് മാത്രമായിരിക്കും. മനസ്സിലായോ? ഓക്കെ സർ. ഓക്കെ. So we will just do one thing. So we are going to practice with a question now.
So actually, I've got a request from one of our students to practice a question called Eagle. But Eagle, it's a comparatively bigger question and we need to discuss much on that. So it will take significant time. അതുകൊണ്ട് Eagle നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ Eagle ചെയ്ത് കഴിഞ്ഞാൽ we won't be able to complete the whole set of questions on time. I mean, എല്ലാ nature of questions ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പണ്ട് നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. There's a question called growl. And we will be having another practice session in the upcoming week for the questions. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീക്കിലുള്ള സെഷനിലായിരിക്കും നമ്മൾ ഈഗിൾ ഗ്രൂപ്പിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഗ്രോൾ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഐ നോ യു ആർ ഫെമിലിയർ വിത്ത് ദിസ് ക്വസ്റ്റ്യൻ, ബട്ട് വി ആർ നോട്ട് ഹാവിംഗ് മച്ച് ക്വസ്റ്റ്യൻസ് ഓൺ ബിസിനസ് റിസ്ക്. അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഒന്ന് ചെയ്ത ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്യുന്നത്. സോ അപ്പം ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോട് 3 റിക്വയർമെന്റ്സ് ചോദിക്കുന്നുണ്ട്. നമ്പർ 1, നിങ്ങളോട് എന്തൊക്കെയാണ് ഈ സിനാരിയോയിലുള്ള ബിസിനസ് റിസ്ക് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. So now itself we will be able to revise the area of business risk. Then നിങ്ങളോട് അതേപോലെ തന്നെ എന്തൊക്കെയാണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളോട് ഒരു പ്രോഡക്റ്റ് റീകോൾ കമ്പനി നടത്തിയിട്ടുണ്ട്. ആ പ്രോഡക്റ്റ് റീകോളുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. 6 മാർക്സ്. 6 മാർക്സിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ എത്ര പോയിന്റ്സ് എഴുതേണ്ടത്? ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന്റെ കേസിൽ 6 മാർക്സിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ എത്ര പോയിന്റ്സ് എഴുതേണ്ടത്? 6 points. Procedures, additional information, evidence, ഇതിനെല്ലാം you will be getting 1 mark for 1 point. അപ്പം ഒരു പോയിന്റിന് 1 മാർക്ക് ആണ്. അതുകൊണ്ട് തന്നെ 6 പോയിന്റ്സ് എഴുതിയാൽ മതി. Then you have got a question on the ethical issues. Ethical and other issues എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫൈനലി നിങ്ങളോട് ഓഡിറ്ററിന് എന്തൊക്കെയാണ് ലോ ആൻഡ് റെഗുലേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ISA 250 അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. സോ ഒരു 8 മാർക്കിന് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതർ ദാൻ ദാറ്റ് എല്ലാം നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വൺ ഈസ് ഓൺ ബിസിനസ് റിസ്ക്, other one is on risk out material misstatement, other is on product recall, and finally on ethics as well. നിങ്ങൾക്ക് ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾക്കറിയാം നിങ്ങളുടെ എക്സാമിന് ഹൈലൈറ്റിംഗ് ടൂൾസ് ഉണ്ട്. അപ്പോൾ യൂസ് ദ ഹെൽപ്പ് ഓഫ് ഹൈലൈറ്റിംഗ് ടൂൾസ്. ഹൈലൈറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്ത് വേണം നിങ്ങൾ ഇവിടെ ആൻസേഴ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ. അപ്പൊ ഇവിടെ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ട എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യമേ സിനാരിയോ എന്താണെന്നുള്ളത് പ്രോപ്പർലി മനസ്സിലാക്കുക. ഇവിടെ നിന്നുള്ള ബിസിനസ് റിസ്കുകളെല്ലാം നിങ്ങൾ ഒരു കളറിൽ ഐഡന്റിഫൈ ചെയ്യണം. മേ ബി ബിസിനസ് റിസ്കുകളെല്ലാം ഒരു യെല്ലോ കളറിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പോയി. അതിനുശേഷം നിങ്ങളോട് ഇപ്പം റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ അത് ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്യുക. ഇനി സെയിം പോയിന്റ് തന്നെ ബിസിനസ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റും കൂടി വരും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ബിസിനസ് റിസ്ക് ഉണ്ട്, അവിടെ തന്നെ ഓഡിറ്റ് റിസ്ക് ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് വേറെ ഒരു കളർ കൊണ്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യുക. ഇത് നമ്മളിപ്പോൾ പറയുമ്പോൾ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു പോകുമ്പോൾ തന്നെ എല്ലാം കൂടെ ഐഡന്റിഫൈ ചെയ്തിട്ട് പോകും ഒറ്റ കളറിൽ. അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഏതാണ് ബിസിനസ് റിസ്ക് ഏതാണ് ഓഡിറ്റ് റിസ്ക് ഒന്ന് ട്രേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ ചെയ്യേണ്ട അടുത്ത കാര്യം, നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ക്വസ്റ്റ്യൻ വായിക്കുന്നതിനോടൊപ്പം ആൻസർ എഴുതി പോകാൻ പാടില്ല. ക്വസ്റ്റ്യൻ ഫുള്ളി വായിച്ച് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ എഴുതാൻ പാടുള്ളൂ. കാരണം കണക്ഷൻ പോയിന്റ്സ് ഉണ്ടാവും. ഇവിടെ നിങ്ങളോട് പറയും കമ്പനിയുടെ റവന്യൂ കൂടി എന്നുള്ള കാര്യം, താഴെ പറഞ്ഞിട്ടുണ്ടാവും റവന്യൂവിനെ ബേസ് ചെയ്ത് ബോണസ് പേയ്മെന്റ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ യു ക്യാൻ ലിങ്ക് ബോത്ത് പോയിന്റ്സ് ആൻഡ് റൈറ്റ് ഇറ്റ് ടുഗെദർ. പ്രൊവിഷനെ അഫക്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ ക്യുമുലേറ്റ് ഇറ്റ് ആൻഡ് റൈറ്റ് അണ്ടർ എ കോമൺ ഹെഡ് പ്രൊവിഷൻ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും അത് ഫോക്കസ് ചെയ്യുക. സോ വെനെവർ യു റൈറ്റ് ആൻ ആൻസർ ഫോർ എ റിസ്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എപ്പോഴും റിസ്കിന്റെ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഓരോന്നിനും പ്രോപ്പർ ഹെഡിങ് കൊടുക്കണം. അതേപോലെ തന്നെ ബിസിനസ് റിസ്ക് ഓഡിറ്റ് റിസ്ക് കൊണ്ട് മിക്സപ്പ് ചെയ്ത് എഴുതരുത്. ആദ്യമേ either ബിസിനസ് റിസ്ക് എഴുതുക അല്ലെങ്കിൽ ഓഡിറ്റ് റിസ്ക് എഴുതുക. ഒരെണ്ണം എഴുതി തീർത്തതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് പോവുക. ഓരോ ഓഡിറ്റ് റിസ്കിനും 2 മാർക്സ് വെച്ചിട്ടാണെന്ന് അസ്യൂം ചെയ്യുക. ഓരോ ബിസിനസ് റിസ്കിനും 1.5 മാർക്ക് വെച്ചിട്ടാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് ടൈം അപ്പോർഷൻ ചെയ്ത് വേണം എഴുതാൻ. അതേപോലെ തന്നെ whenever you write the answers for the questions based on risk, ensure one thing that you should not unnecessarily elaborate the answer. നിങ്ങൾ ക്ലിയർ ആയിട്ട് ഐഡന്റിഫിക്കേഷൻ പാർട്ട് കൊടുത്തിട്ടുണ്ടോ നോക്കുക, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടോ, ഓവറോൾ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടോ നോക്കുക. അല്ലെങ്കിൽ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്തോ, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതിയിട്ടുണ്ടോ, വാട്ട് വിൽ ഗോ റോങ് എഴുതിയിട്ടുണ്ടോ, ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടോ നോക്കുക. അല്ലാണ്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നിങ്ങൾ ഒരുപാട് ഓവർ എലാബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഇഫ് യു നോ ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, നിങ്ങൾ ഓവർ എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് എനി എക്സ്ട്രാ മാർക്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബെനിഫിറ്റ് കിട്ടാനില്ല. സോ whenever you write the answers, write it in a best way as possible. So which means you must always stick on to your points and a points വേണം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ. ക്ലിയർ ആയ എല്ലാവർക്കും? Is that clear, guys? Yes, sir. Yeah.
So let's start with this question. Appo ellaru question eduthu start ide Grohl company. Question number 13, it's Grohl. So please do start with this question.
എല്ലാവരും കഴിയുമ്പോഴേ പറയണേ, മെസ്സേജ് ഇടണേ.
Done? കഴിഞ്ഞാണോ എല്ലാവരും? Yes, sir. Yes, sir. So, നോക്കി, you are the manager in Fu & Co, responsible for the audit of Grohl Company, a company which processes circuit boards which are sold to manufacturers of electrical equipment such as computers and mobile phones. It is the first time you have been managing this audit line, taking over from the previous audit manager, Bob Hallen, last month. The audit planning for the year ended 30th November 2012 is about to commence. You are provided with the following exhibit: an email which you have received from Mia White, the audit engagement partner, notes from the meeting with M. Satrani, financial information, ethical consideration, and notes from the audit senior of Hawkins Group. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇനി പറയാണ്, I am meeting with other audit partners tomorrow to discuss 2 audit clients, Grohl and Hawkins Group. I recently had a meeting with M, the finance director of Grohl Company, and discussed number of issues which will impact on audit planning. I should provide you with some information in the form of number of exhibit which you should use when planning the audit of Grohl Company. നമ്മളോട് പറയാണ്, ഒരു പർട്ടിക്കുലർ മീറ്റിംഗ് നടത്തിയ സമയത്താണ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് കിട്ടിയത്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഡീറ്റെയിൽസ് കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്പർ ഓഫ് എക്സിബിറ്റ് നോക്കി, ആ എക്സിബിറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓഡിറ്റ് പ്ലാൻ ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ഇനി നോക്കി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. Grohl Company's principal business activity remains the production of circuit boards. One of the key materials used in production is copper wiring, all of which is imported. As a cost-cutting measure, in April 2012, a contract with new overseas supply was signed, and all of the company's copper wiring is now supplied under this contract. Purchases are denominated by foreign currency, but the company does not use a forward exchange contract in relation to its import from copper wiring. Then, Grohl has 2 production facilities, one of which produces goods for export market, other produces goods for domestic market. About half of the goods are exported, but export market is suffering due to competition from cheaper producers overseas. Most domestic sales are made under the contract with approximately 20 customers. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ആദ്യമേ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾ പറ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ആദ്യമേ എന്തൊക്കെ ബിസിനസ് റിസ്കുകളായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുക? എന്തൊക്കെയാണ് നമുക്ക് ഇവിടെയുള്ള ബിസിനസ് റിസ്കുകൾ? ഓവർസീസ് സപ്ലയർ ആണ്. അതേപോലെ തന്നെ ഓവർസീസ് സപ്ലയർ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? ഒരു സിംഗിൾ സപ്ലയർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാം, ഒരു ന്യൂ സിംഗിൾ ഓവർസീസ് സപ്ലയർ എന്ന് പറയാം. ഒരു സിംഗിൾ ഓവർസീസ് സപ്ലയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ബിസിനസ് റിസ്ക് ആയിരിക്കും വരുന്നുണ്ടാവുക? ഒരു സിംഗിൾ ഓവർസീസ് സപ്ലയറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ബിസിനസ് റിസ്കുകളായിരിക്കും വരിക? സപ്ലൈ ഡിസ്റപ്ഷൻ. എക്സാക്ട്ലി, നമുക്ക് പറയാം സപ്ലൈ ഡിസ്ട്രപ്റ്റഡ് ആവും എന്ന് പറയാം. എസ്പെഷ്യലി നമുക്ക് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? When a company is having an overseas supplier, the whole products are being supplied under this contract. Therefore, there can be chances that നമ്മുടെ ഈ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി ഹോൾട്ടഡ് ആയി പോകും. അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമറിന് ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്തെങ്കിലും കാരണത്താൽ നമുക്ക് ഓൺ ടൈം പ്രൊഡക്ട്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. സോ ഓട്ടോമാറ്റിക്കലി അവിടെ കമ്പനിക്ക് ക്യാഷ് ഫ്ലോസ് കുറയും, കമ്പനിയുടെ റവന്യൂ ഇല്ലാണ്ടാവും. ആൻഡ് ഇൻ അഡീഷൻ വേറെ എന്തായിരിക്കും റിസ്ക് അവിടെ തന്നെ പറയാൻ പറ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്ത്? ഇമ്പോർട്ടഡ് അല്ലേ? അതെ. അപ്പോ ഇമ്പോർട്ട് ഫോർവേഡ് കോൺട്രാക്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് പർച്ചേസ് പ്രൈസ് ഒക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എക്സാക്ട്ലി, നമുക്ക് എന്തും പറയാം, ദ കമ്പനി ഈസ് നോട്ട് യൂസിങ് ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പർച്ചേസ് പ്രൈസ് എപ്പോഴും എന്തായിരിക്കും? വോളാറ്റൈൽ ആയിരിക്കും. നമ്മുടെ എക്സ്പെൻസസ് വിൽ കീപ്പ് ഓൺ വേരിയിങ്. കമ്പനിക്ക് എന്തുണ്ടാവും എന്ന് പറയാം? അൺവാണ്ടഡ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസിലേക്ക് കമ്പനി പോവാം ഇൻ കേസ് എങ്ങാനും കമ്പനിയുടെ പർച്ചേസ് പ്രൈസ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമുക്ക് പറയാം കമ്പനിക്കുള്ള പ്രോഫിറ്റ് മാർജിൻസും റെഡ്യൂസ്ഡ് ആവും. ഇൻ അഡീഷൻ ടു ദാറ്റ് വേറെ എന്താ? ഫൈൻ ഓവർ ദ മൈക്ക് പറയണേ. അവിടെ നമ്മൾ എന്താ പറയാം? ഇൻ അഡീഷൻ ടു ദിസ്, the transportation cost will also be higher when we are importing from an overseas market. Overseas market in import ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. We need to spend significant amount for transporting the goods from the overseas supplier to the home country. അപ്പോൾ ഇത്രയായിരിക്കും ഓവർസീസ് സപ്ലൈൻ്റെ കേസ് വരുന്ന ബിസിനസ് റിസ്ക്. പിന്നെ വേറെ എന്താ പ്രോബ്ലം ഉള്ളത്? ഡൊമസ്റ്റിക് സെയിൽസ് 20 കസ്റ്റമേഴ്സിന്റെ മേലാണ് നമ്മൾ എന്താണ് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അവര് വളരെ കുറച്ചേ ഉള്ളല്ലോ കസ്റ്റമേഴ്സ്. അവരെ നമ്മൾ പിന്നെ ഇഷ്യൂസ് വേറെയും പറഞ്ഞിട്ടുണ്ട്, ആ കോപ്പോന്റെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോ അപ്പോ കസ്റ്റമേഴ്സിന് ലൂസ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്.
Okay, fine, perfect. അവിടെ നമ്മൾ പറഞ്ഞു the company is having only 20 customers. So in case if a company is having only few customers, ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ അവിടെ ഉണ്ടാകുന്ന പോസിബിലിറ്റി എന്തായിരിക്കും? Customers will be having high bargaining power. കാരണം കസ്റ്റമേഴ്സ് നമ്മുടെ കമ്പനിയിൽ നിന്ന് ലീവ് ചെയ്ത് പോകാനുള്ള ചാൻസസ് വളരെ ഹൈ ആണെന്നുള്ള കസ്റ്റമേഴ്സിന് അറിയാം, നമുക്കും അറിയാം. സോ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി കമ്പനി ടു റീറ്റെയിൻ ദ കസ്റ്റമേഴ്സ് ഇൻ എനി മാനർ. സോ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നമ്മൾ പല രീതിയിൽ ബെനിഫിറ്റുകൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ദേ ക്യാൻ ബി ചാൻസസ് ആർ ഈ കസ്റ്റമേഴ്സിന് പല രീതിയിൽ ബെനിഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഈ കസ്റ്റമേഴ്സ് ആഡിക്വേറ്റ്ലി നമ്മൾ പ്രോഫിറ്റിന്റെ എമൗണ്ട് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഇൻ കേസ് എങ്ങാനും കസ്റ്റമർക്ക് കൊടുക്കാനായിട്ടുള്ള എത്രയാണോ കസ്റ്റമർക്ക് കൊടുക്കാൻ പോകുന്ന സെല്ലിംഗ് പ്രൈസ്, ആ സെല്ലിംഗ് പ്രൈസിനകത്ത് എന്തെങ്കിലും റിഡക്ഷൻ വരുത്തി കഴിഞ്ഞാൽ. ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാം, ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നവർ നമ്മുടെ അടുത്ത് നിന്ന് ലൂസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വോണ്ട് ബി ഹാവിംഗ് ഓൾട്ടർനേറ്റീവ് കസ്റ്റമേഴ്സ്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് റവന്യൂ റെഡ്യൂസ്ഡ് ആവും, ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വരും എന്ന് പറയാം. മനസ്സിലായോ? യെസ് സർ. ദെൻ വേറെന്താ പ്രോബ്ലം? കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് പറയുന്നുണ്ട് ചീപ്പർ പ്രൊഡ്യൂസേഴ്സിന്റെ. എക്സാക്ട്ലി, നമ്മുടെ ചീപ്പർ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് നിന്നുള്ള കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്തു. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തേ, എങ്ങനെയാണ് നമുക്കത് പറയാൻ പറ്റുക? ഹൗ ക്യാൻ വി എക്സ്പ്ലെയിൻ ദാറ്റ്? നമുക്ക് ഈ ഒരു ചീപ്പർ സപ്ലൈസ് വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ പ്രോഡക്ട്സ് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ പ്രോഡക്ട്സിന്റെ അകത്ത് ഹൈ കോമ്പറ്റീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉള്ളൂ. നമുക്ക് എന്തായിരിക്കും? ഓപ്ഷൻ നമ്പർ 1, either we need to research on the new products മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം to overcome the sales that will be generated by the competitors. അല്ലാന്നുണ്ടെങ്കിലോ നമ്മൾ ചീപ്പർ ആക്കണം. എക്സാക്ട്ലി, പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാർജിൻ കുറയും, കമ്പനിയുടെ ക്യാഷ് ഫ്ലോസ് അഫക്റ്റഡ് ആവും. എക്സാക്ട്ലി. അപ്പൊ വേറെ എന്തെങ്കിലും ബിസിനസ്സസ് ഉണ്ടോ അതിൻ്റെ അകത്ത്? മെയിൻലി ഇത്രയാണുള്ളത്. ഇനി ഇവിടെ വരുന്ന റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഓഡിറ്റ് റിസ്ക് അല്ലല്ലോ, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്ന റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയായിരിക്കും? Foreign currency transactions. Yeah, first of all, it's about the foreign currency transactions, right? Because well, we have got overseas supplier, so we are performing some sort of foreign currency transaction. That too, we know that. നമ്മുടെ ഈ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ പർച്ചേസ് ആയതുകൊണ്ട് നമ്മൾ റെഗുലർ ബേസിസിൽ നടത്തുന്നതായിരിക്കും. സോ പറയും, ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ നമ്മൾ ആദ്യമേ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എന്താ ചെയ്യേണ്ടത്? Initial recognition should be at the spot rate or average rate. Yeah, initial recognition should be on the spot rate. Okay, average rate എന്നല്ല, spot rate തന്നെ പറഞ്ഞാൽ മതി. സ്പോട്ട് റേറ്റ് ആണ്. ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് അവർ ചൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇൻഅപ്രോപ്രിയേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താവും? മിസ്റ്റേക്ക് ആവും. കാരണം എന്താണ്? നമ്മുടെ ഇവിടെ എന്തിനെ കുറിച്ച് പറയാം? പർച്ചേസസ് either അണ്ടർസ്റ്റേറ്റഡ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ പർച്ചേസും പേയ്മെന്റ്സ് എന്താവും? ഓവർ സ്റ്റേറ്റഡ് ആവും. ഇനി അവിടെ സബ്സിക്വന്റ് മെഷർമെന്റ് എങ്ങനെ വരുന്നത്? ഇയർ എൻഡിൽ നമ്മൾ മോണിറ്ററി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവണം? റീട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടാവണം. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക്. എന്നിട്ട് ആ ക്ലോസിംഗ് റേറ്റിൽ ദേ ക്യാൻ ബി ചാൻസസ് ആർ അവർ റീട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പറ്റുന്ന റീട്രാൻസ്ലേഷൻ ഗെയിൻ ആൻഡ് ലോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എടുക്കേണ്ടത് എക്സാക്ട്ലി. ദേ ക്യാൻ ബി ചാൻസസ് ആർ അവർ എവിടെ എത്തിയിട്ടുണ്ടാവും? അതർ കോംപ്രിഹെൻസീവ് ഇൻകം. ഇനി വേറെന്താ പോസിബിലിറ്റി? എക്സാക്ട്ലി, അവർ നോൺ മോണിറ്ററി ഐറ്റംസും റീട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവും. നോൺ മോണിറ്ററി ഐറ്റംസ് റീട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മിസ്സ്റ്റേറ്റഡ് ആവും. പെർഫെക്റ്റ്. പിന്നെ വേറെന്തായിരിക്കും റിസ്ക് ഉണ്ടാവുക ഇവിടെ? Audit risk, I mean risk of material misstatement. Production facilities non-current asset ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്തെങ്കിലും ഫർദർ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ വേറെന്താ? ബിസിനസ് റിസ്ക് മാച്ച് ചെയ്ത് നോക്ക്. വേറെ ഏതെങ്കിലും മാച്ച് ആവുന്ന ഓഡിറ്റ് റിസ്ക് ഉണ്ടോ ഇവിടെ? സപ്ലയേഴ്സ് ഒക്കെ ഒരെണ്ണേ ഉള്ളൂ, അപ്പൊ മാച്ച് ചെയ്തില്ലെങ്കിൽ ഇൻവെന്ററി. ഓക്കെ, അപ്പം ഇൻവെന്ററിയുടെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പറഞ്ഞാൽ മതി. ഇൻവെന്ററിയുടെ എന്തൊക്കെ പ്രോബ്ലംസ് ഇവിടെ പറയാൻ പറ്റും ലിങ്ക് ചെയ്ത്? ഫസ്റ്റ് ഓഫ് ഓൾ, എക്സാക്ട്ലി, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാം, നമ്മുടെ കമ്പനിയുടെ ഇൻവെന്ററി ഡ്യൂ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാണ്. ബിക്കോസ് ദർ ആർ ചീപ്പർ സപ്ലൈസ് ഇൻ ദ ഓവർസീസ് എന്ന് പറഞ്ഞു. ശരിയല്ലേ?
and we have just mentioned that they must consider reducing the price. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ കോസ്റ്റ് ഓർ NRV ടെസ്റ്റിംഗ് നമ്മൾ നടത്തുക എന്നുള്ള ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ലേ? കാരണം നമ്മുടെ പ്രൊഡക്റ്റ് സ്ലോ മൂവിങ് അല്ലെങ്കിൽ ഒബ്സലേറ്റ് ആവാനായിട്ടുള്ള ചാൻസസ് ഹൈ ആണ്, ബിക്കോസ് വി ആർ ഫേസിങ് ഹൈ കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ സ്ലോ മൂവിങ് അല്ലെങ്കിൽ ഒബ്സലേറ്റ് ഇൻവെന്ററി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി റെക്കോർഡഡ് അറ്റ് ദ ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV. However, there can be chances that the company might not have done that. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് അസറ്റ്സ് എന്തായിരിക്കും, ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും, എക്സ്പെൻസസ് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. ആൻഡ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇൻ അഡീഷൻ ടു വിച്ച് നമുക്ക് പറയാം, വെൽ വി ഹാവ് ഗോട്ട് ഓൺലി വൺ സപ്ലയർ. ഈ സപ്ലയർ നമുക്ക് പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്യാൻ ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്കുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ പറ്റത്തില്ല. സോ വി വോണ്ട് ബി ഏബിൾ ടു ട്രേഡ് ദാറ്റ്. ഇതിന്റെയും വാല്യൂ റെഡ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ വി ഹാവ് ഗോട്ട് ഓൺലി 20 കസ്റ്റമേഴ്സ്. ഈ കസ്റ്റമേഴ്സ് ഓൾറെഡി ഉള്ളവർ ആരെങ്കിലും നമ്മുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്ട്സും നമ്മുടെ കമ്പനിയുടെ വെയർ ഹൗസിലിരിക്കും. അതങ്ങനെ ഏതെങ്കിലും കോൺട്രാക്ട് ക്യാൻസൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതും ഒബ്സലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ ആയോ? സോ ഇതില് ഇതൊക്കെ സ്പെക്കുലേറ്റീവ് ഇല്ല കുറെയൊക്കെ ലാസ്റ്റത്തൊക്കെ ഈ പറഞ്ഞത്. ബിസിനസ് റിസ്ക് എന്ന് സോറി നമ്മുടെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതും സ്പെക്കുലേറ്റീവ് തന്നെയാണ്. ഓക്കെ സർ. Then in early November 2012, production was halted for a week at the production facility which supplies domestic market. Number of customers have returned the goods claiming fault in the circuit board supply. On inspection, it was found that the copper used in circuit boards were corroded and therefore unsuitable for use. The corrosion is difficult to spot as it cannot be identified by eye and relies on electrical testing. All customers were contacted immediately and where necessary, products recalled and replaced. The corroded copper remains in the inventory has been identified and separated from the rest of the copper. Paray, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുക? എന്തൊക്കെയായിരിക്കും പ്രോബ്ലംസ് ഉണ്ടാവുക? ക്വാളിറ്റി പ്രോഡക്ട്സ് ആയതുകൊണ്ട് റെപ്യൂട്ടേഷൻ മോശമാവും. ഓക്കെ ഫൈൻ. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ബിസിനസ്സസ് ആണ്, നമുക്കറിയാവുന്ന പോലെ തന്നെ ഇവർ പറഞ്ഞു നിങ്ങളോട് ക്ലിയർലി നമുക്കുള്ളത് ഫോൾട്ടി പ്രോഡക്ട്സ് ആണെന്ന് പറഞ്ഞു അല്ലേ? സോ ഇൻ കേസ് എങ്ങാനും നമുക്കുള്ള പ്രോഡക്ട്സ് ഫോൾട്ടി ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള മിസ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ഇൻ കേസ് ഇഫ് ദി കമ്പനി ഹാവ് ഗോട്ട് ഫോൾട്ടി ഇൻവെന്ററീസ് companies having faulty inventory supplied to the customers, automatically കമ്പനിക്ക് റെപ്യൂട്ടേഷണൽ ഡാമേജസ് ഉണ്ടാവും. നമ്മുടെ ഫെർദർ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ കമ്പനിയായിട്ട് സൈൻ അപ്പ് ചെയ്തേക്കുന്ന കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. വി വിൽ ലൂസ് അവർ റവന്യൂ ആസ് വെൽ ആസ് വി വിൽ ഓൾസോ ലൂസ് അവർ ബ്രാൻഡ് നെയിം. പിന്നെ വേറെന്താ പ്രോബ്ലം? ഇനിയുള്ളത് മെയിൻലി റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അവിടെ എന്തൊക്കെയായിരിക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവുക? എന്താ ഇവിടെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് വരിക? ഇൻവെന്ററിന്റെ വാല്യൂ. ഇവിടെ എന്താ മെയിൻലി വരുന്ന ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാ? IAS 37 IAS 37 പ്രൊവിഷൻ വരും. ഓക്കെ, പ്രൊവിഷൻ എങ്ങനെ വരുന്നത്? റീകോൾ ചെയ്യുന്നുണ്ടല്ലോ. കമ്പനി ഈസ് റീകോളിംഗ് ബാക്ക് ഇറ്റ്സ് പ്രോഡക്റ്റ്. ഒരു കമ്പനി പ്രോഡക്റ്റ് റീകോൾ നടത്തുമ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അക്കൗണ്ടിംഗ് എന്താ? പ്രൊവിഷൻ ഫോർ റീഫണ്ട്. പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്തിനുള്ള പ്രൊവിഷൻ ആണ്? ഫോർ ദ റീകോൾ അല്ലെ? റീകോൾ നമ്മൾ റീഫണ്ടിന് വേണ്ടിയിട്ടാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റീഫണ്ട് ലയബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറയാം as per IAS 37 provision contingent liabilities and contingent assets, the company should have created adequate amount of provision for the probable future cash outflow. Since the customers have already paid for the product, this amount need to be refunded. Therefore, a refund liability have to be created in relation to the product recall. Risk എന്തായിരിക്കും? There can be chances that the company might not have recognized a provision for the recall, leading to understated provisions and overstated profit. പിന്നെ വേറെന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? കമ്പനി റീകോൾ ഇനീഷ്യേറ്റ് ചെയ്തു എന്നല്ല പറഞ്ഞത്. അങ്ങനെയാണ് വേറെന്തായിരിക്കും അവിടെ അസോസിയേറ്റ് ചെയ്ത് പറയാൻ പറ്റുക? The product recall have initiated. Up എന്ത് ചെയ്യണം? The revenue has to be, in case if the company have received the products back, the revenue has to be de-recognized, inventory reinstated, and in case of any receivables balances should be written off from the financial statements. There can be chances that company എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല. റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റവന്യൂവിന്റെ എമൗണ്ടും റിസീവ്സിന്റെ എമൗണ്ടും ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും, ഇൻവെന്ററി വാല്യൂ അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും. ക്ലിയർ ആയോ? വേറെന്താ പ്രോബ്ലം? എക്സാക്ട്ലി. നമ്മൾ പ്രോഡക്റ്റ് റീകോൾ നടത്തി, അവർ പറയുന്നുണ്ട് നമ്മുടെ ഈ റീകോൾഡ് പ്രോഡക്ട്സ് ആർ ദെയർ സ്റ്റിൽ ദെയർ ഇൻ ദ ഇൻവെന്ററി എന്ന് പറഞ്ഞു. അപ്പൊ റീകോൾ ചെയ്ത പ്രോഡക്ട്സ് ഏതെങ്കിലും ഇൻവെന്ററിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം എന്ന് പറയാം? It must be valued at the lower of cost of NRV, and in case if it is not in a saleable condition, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം?
It must be written off from the financial statements. Risk എന്തായിരിക്കും? They might not have done that. അവര് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ ഇൻവെന്ററി ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും. പെർഫെക്റ്റ്. ഇനി നോക്കി അടുത്തതായിട്ട് നമ്മൾ പറയാണ് അതേപോലെ തന്നെ വർക്ക് ഹാസ് റീസെന്റ് സ്റ്റാർട്ടഡ് ഓൺ എ ന്യൂ പ്രൊഡക്ഷൻ ലൈൻ which will ensure that the growth company meets new regulatory requirements prohibiting the use of certain chemicals, which come into force in March 2013. In July 2012, a loan of 30 million with an interest rate of 4% was negotiated with the growth company's bank. The main purpose of the loan being to fund the capital expenditure necessary for the new production line. 2.5 million of the loan represents an overdraft balance, which was converted into long-term finance. പറയാം എന്തൊക്കെ പ്രോബ്ലംസ് ഉള്ളത്, എന്തൊക്കെ ബിസിനസ് റിസ്ക് എവിടെ ഉള്ളത്? ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ, ഡൈവേഴ്സിഫിക്കേഷൻ എവിടെയുള്ളത്? ന്യൂ പ്രൊഡക്ഷൻ ലൈൻ വന്നല്ലോ. അല്ലല്ല, അത് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലല്ലോ, അത് എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ ലൈൻ അവർക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെടുത്താണ് ന്യൂ പ്രൊഡക്ഷൻ ലൈൻ. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിൽ നിന്ന് പുതിയൊരു ബിസിനസ് യൂണിറ്റിലേക്ക് പോകുന്നതാണ്. Okay. There are a huge cash outflow. Exactly. The company have incurred huge cash outflow due to regulatory requirements. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? The company have got certain regulatory requirements. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഈ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് വന്ന കാരണം കൊണ്ട് അവർക്ക് certain chemicals യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് തിങ് നമുക്ക് പറയാം, ഈ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ആയിട്ട് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഇൻകർ ആയിട്ടുണ്ട്. So definitely the company will take substantial period of time to recover back the amount invested. So company എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം? ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ടാകും. ഇനി ഈ ന്യൂ റെഗുലേറ്ററി റിക്വയർമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ വേറെ ഓപ്പോസിറ്റ് സൈഡ് എന്താ പറയാൻ പറ്റുക? നോൺ കംപ്ലയൻസ് may lead to fines. There can also be chances that ഒരു ന്യൂ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് വരുമ്പോൾ എല്ലാ റെഗുലേറ്ററി റിക്വയർമെന്റ്സും ഓഡിറ്റർ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ക്ലയന്റ് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കംപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. And in case if the client company have not complied with all the regulations with regarding the new regulatory requirements, the company will end up with penalties and fines, which will also create unwanted cash outflow for the company. Clear? Yes. Okay. പിന്നെ വേറെ എന്താ ഇവിടെ ഉള്ളത്? മെയിൻലി അതാണ്. ഇനി അവിടെയുള്ള റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാ? ഈ ലോൺ നെഗോഷിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ FS കുറച്ചൊരു മാനിപ്പുലേറ്റ് ചാൻസ് കൂടുതലല്ലേ? യെസ്, അത് ബിസിനസ് റിസ്കിനകത്തും പറയാനുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ബിസിനസ് റിസ്കിനകത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലോൺ ടേക്കൺ ഔട്ട്. കമ്പനി പുതിയ ലോൺ എടുത്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് പറയാം നമുക്ക്? കമ്പനി ഹാവ് ടേക്കൺ എ ന്യൂ ലോൺ വിത്ത് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 4%. സോ കമ്പനിയുടെ ഗിയറിംഗ് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ഇൻക്രീസ് ആവും. അപ്പൊ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ലോൺ കോവനൻസ് ഒക്കെ ബ്രീച്ച് ആവാൻ ചാൻസ് ഉണ്ട്. കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ലോൺ കോവനൻസ് ഏതെങ്കിലും ബ്രീച്ച് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കമ്പനിയുടെ ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ലോൺ കോവനൻസ് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇമ്മീഡിയറ്റ്ലി അത് റീപേ ചെയ്യേണ്ടതായിട്ട് വരും. ഇമ്മീഡിയറ്റ്ലി റീപേ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് എന്തുണ്ടാവും? സിഗ്നിഫിക്കന്റ് ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാം. ഇനി നിങ്ങൾ പറഞ്ഞു തന്നെ പറയാം, കമ്പനി ന്യൂ ലോൺ എടുക്കുകയാണ്. കമ്പനി ന്യൂ ലോൺ എടുക്കുമ്പോഴത്തേനും നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റ് എന്താവും? ബയാസ്ഡ് ആവും. ദേ നീഡ് ടു അട്രാക്ട് ദ ബാങ്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? പ്രോഫിറ്റും അതേപോലെ തന്നെ കമ്പനിയുടെ അസറ്റ്സും എല്ലാം ഓവർ സ്റ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. പിന്നെ വേറെ എന്താ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉള്ളത്? വേറെ എന്താ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ ഉള്ളത്? നോൺ കംപ്ലയൻസ് കാരണം പ്രൊവിഷൻ ഉണ്ടാക്കുന്നുണ്ടോ? അത് നമുക്ക് സ്പെക്കുലേറ്റീവ് ആണ്, ഹൈലി സ്പെക്കുലേറ്റീവ് ആണ്. എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ കുറിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. അതർ ദാൻ ദാറ്റ് ഡയറക്ട്ലി ഉള്ള ഏതൊക്കെ ഉള്ളത്? ഈ ബോറോയിങ് കോസ്റ്റിന്റെ കാര്യം പറഞ്ഞൂടെ? ക്യാപിറ്റലൈസ് ചെയ്യുന്ന എങ്ങനെ ബോറോയിങ് കോസ്റ്റ് ഇവിടെ വരുന്നത്? ഇവിടെ ഇപ്പൊ നമ്മള് ഈ ക്വാളിഫൈങ് അസറ്റിന് വേണ്ടി ആണോ നോക്കുക, പിന്നെ ഈ ലോൺ എമൗണ്ട്സ് നോക്കുക. എക്സാക്ട്ലി. അതായത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, കമ്പനി ന്യൂ പ്രൊഡക്ഷൻ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ന്യൂ പ്രൊഡക്ഷൻ ലൈനിന് വേണ്ടിയിട്ടാണ് ലിറ്ററലി ഇവർ ഈ ബാങ്ക് ലോൺ എടുത്തേക്കുന്നത്. ശരിയല്ലേ? 30 million ബാങ്ക് ലോൺ എടുത്തേക്കുന്നതിന് അവർ ആ ന്യൂ പ്രൊഡക്ഷൻ ലൈനിന് വേണ്ടിയിട്ടാണ്. സോ ഇൻ കേസ് ഇഫ് ദി കമ്പനി ഹാവ് ടേക്കൺ എ ന്യൂ ലോൺ ഫോർ ദ പേർപ്പസ് ഓഫ് spending for a qualifying asset, the period of the construction, over the period of construction നമുക്ക് ഉണ്ടാവുന്ന ഇൻകർ ആവുന്ന ആ ഒരു ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെയുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? there can be chances that either കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കമ്പനി എത്ര പീരീഡിലേക്കാണോ ക്യാപിറ്റലൈസ് ചെയ്യാന്ന് അതിനും ബിയോണ്ട് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആയോ? ക്യാപിറ്റലൈസ് ചെയ്തില്ലെങ്കിൽ എന്താ റിസ്ക്? ഓക്കെ, ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ റിസ്ക് എന്നോ?
നമ്മുടെ വാല്യൂ ഓഫ് അസറ്റ് അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും, എക്സ്പെൻസ് ഓവർ സ്റ്റേറ്റഡ് ആവും. ഓക്കെ സർ. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമുക്ക് വേറെ പറയാൻ പറ്റുന്നത് ഇവിടെ ഇനിയുണ്ട് അഡീഷണൽ പോയിന്റ്സ്. എന്തൊക്കെയാ? വാട്ട് ആർ ദ അതർ റിസ്ക് ഇൻ ദിസ് കേസ്? പോയിന്റ് വായിച്ചു നോക്ക്, ഇഷ്ടം പോലെ ഉണ്ട്. ലോണിന്റെ പ്രസന്റേഷൻ പറ്റുമോ? ലോണിന്റെ പ്രസന്റേഷൻ ഏതിലാ പ്രസന്റേഷൻ പ്രോബ്ലം പറയാൻ പറ്റുക? നോൺ കറന്റ് ലയബിലിറ്റിയും കറന്റ് ലയബിലിറ്റി ആയിട്ടും. യാ എക്സാക്ട്ലി. നമ്മളോട് അവിടെ പറഞ്ഞിട്ടുണ്ട് 2.5 മില്യന്റെ ഓവർ ഡ്രാഫ്റ്റ് അവർ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ലോങ് ടേം ഫിനാൻസ് ആക്കി മാറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കറന്റ് ലയബിലിറ്റി ആണോ നോൺ കറന്റ് ലയബിലിറ്റി ആണോ? നോർമലി കറന്റ് ലയബിലിറ്റി ആണ്. ഇനി ആ ഓവർ ഡ്രാഫ്റ്റ് കറന്റ് ലയബിലിറ്റി ആണോ നോൺ കറന്റ് ലയബിലിറ്റി ആണോ? നോൺ കറന്റ് ലയബിലിറ്റി ആണ്. അപ്പൊ നമ്മളത് നോൺ കറന്റ് ലയബിലിറ്റി ആയിട്ട് റീട്രാൻസ്ലേറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യണ്ടേ? ഓക്കെ. അവിടെ ഉണ്ടാവുന്ന റിസ്ക് അങ്ങനെയാണ് എന്തായിരിക്കും? കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അപ്രോപ്രിയറ്റ്ലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല നോൺ കറന്റ് ലയബിലിറ്റി ആയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവർ ഡ്രാഫ്റ്റ് കറന്റ് ലയബിലിറ്റീസ് എന്തായിരിക്കും? അൺടെസ്റ്റേറ്റഡ് ആയിരിക്കും, ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. നോൺ കറന്റ് ലയബിലിറ്റീസ് എന്തായിരിക്കും? അൺടെസ്റ്റേറ്റഡ് ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി വേറെ എന്താ ഇവിടെ പ്രോബ്ലം ഉള്ളത്? വേറെ എന്തെങ്കിലും നോൺ കംപ്ലയൻസ് നമുക്ക് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റുമോ? നോൺ കംപ്ലയൻസ് പറയാം. നോൺ കംപ്ലയൻസ് പറയാം. പക്ഷെ ജസ്റ്റ് ബ്രീഫിംഗ് ആയിട്ട് പറഞ്ഞു പോയാൽ അതിനെ കുറിച്ച് ഓവർ എലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം സ്പെക്കുലേറ്റീവ് അല്ലേ അത്. നോൺ കംപ്ലയൻസ് എന്തെങ്കിലും ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? പെനാൽറ്റീസ് ആൻഡ് ഫൈൻസിനെ കുറിച്ച് പറയാം. ഇതിപ്പം റെഗുലേറ്ററി റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് അവർ തന്നെ മാറ്റി എന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ. വേറെ എന്താ പ്രോബ്ലം? Finance cost in relation. Finance cost? Finance cost For 2.5 million. Okay. We will go to that. From this paragraph, I mean. Where എന്തെങ്കിലും problem ഉണ്ടോ? Still you are missing out an important point. In relation to the new production line, in relation to the change in new regulatory requirements. എന്താ? old impaired of. Exactly. The company have taken a new production line, so which means they were having an existing production line. അല്ലേ? അവർക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ ലൈൻ ഉള്ളതുകൊണ്ടല്ലേ അവർ ന്യൂ പ്രൊഡക്ഷൻ ലൈനിലേക്ക് പോയേക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സാക്ട്ലി. നമുക്ക് അവിടെ പറയാൻ പറ്റുന്നതായിരിക്കും can be chances that നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ ലൈൻസ് എന്താവുന്നുണ്ടാവും? ഇംപെയർഡ് ആവുന്നുണ്ടാവും. ദെൻ എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ ലൈൻ ഇംപെയർഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയണേ. നമ്മൾ എന്ത് പറയണം? ദി കമ്പനീസ് there are changes in the company's external market. So this can be considered as part of the external indicators of impairment. As per IAS 36 impairment of asset, a company should have created impairment in case if the carrying value of the asset is higher than that of the recoverable amount. The recoverable amount should be treated as the higher of ഏതൊക്കെയായിരുന്നു? fair value less cost value in use. ഇവിടെ നമുക്ക് എന്ത് പറയാം? Here the company's value in use of the existing production line will be 0, as they will not be allowed to use certain chemicals that was used in the existing production facility. Therefore, the value of the inventory, value of the old warehouse will be basically be lower than the carrying value. Therefore, impairment has to be recognized. However, there can be chances that they might not have recognized the impairment expenses, which will lead to overstatement of profit and understatement of related expenses. അല്ലെങ്കിൽ overstatement of asset പറയാം. Clear ആയോ? Yes, sir. Okay. Yes. Then now you can talk about this. ഇവിടെ എന്തൊക്കെയാ ബിസിനസ്സസ് ഉള്ളത്? ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, the draft statement of the financial position has not yet been prepared, but M states that total asset എന്ന് പറയുന്നത് it's 180 million, cash at bank എന്ന് പറയുന്നത് it's 130 million, and based on the profit figures നമുക്ക് 1.1 ആണ് current ratio ഉള്ളത്. Quick ratio is 0.8. എന്താ നമുക്ക് പറയാൻ പറ്റുക? Working capital difficulties. Yeah. First of all, you can talk about the profitability issues. ശരിയല്ലേ? അതായത് as compared with the prior year, കമ്പനിയുടെ റവന്യൂ എന്ത് ചെയ്തു? കൂടിയോ കുറഞ്ഞോ? As you can see over here. കമ്പനി റവന്യൂ കാര്യങ്ങളെല്ലാം കുറഞ്ഞു. കമ്പനി ലോസ് മേക്കിംഗിലേക്ക് പോയി. That too, കമ്പനി സിഗ്നിഫിക്കന്റ് ലോസ്, അതായത് more than 50% ലോസിലേക്കാണ് കമ്പനി പോയേക്കുന്നത്. ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്കറിയാം ഇവിടെ ഫിനാൻസ് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിന്റെ അത് എന്ത് ചെയ്തിട്ടില്ല, അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മേ ബി ഫിനാൻസ് കോസ്റ്റ് ന്യൂ ലോണിന്റെ അവർ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവാം. അല്ല എന്നുണ്ടെങ്കിൽ ഫിനാൻസ് കോസ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഫിനാൻസ് കോസ്റ്റും കൂടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കമ്പനി എന്ത് ചെയ്യും? സിഗ്നിഫിക്കന്റ് ലോസിലേക്ക് പോകും. കമ്പനി ഗോയിങ് കൺസേൺ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ശരിയല്ലേ? ഓക്കെ. ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് പറയാം കമ്പനിയുടെ ലിക്വിഡിറ്റി അല്ലെ സോൾവൻസി ഇഷ്യൂസ് ഇവിടെ ഇല്ലേ? കാരണം എന്താ? കമ്പനിക്ക് ആകെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് വളരെ സ്മോൾ എമൗണ്ട് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്?
നമുക്കറിയാം കമ്പനിയുടെ മേജർ ഏരിയയിലും ലോൺ ആണുള്ളത്. ദെൻ കമ്പനിക്ക് ആകെ കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ബാലൻസ് ആയിട്ടുള്ള 130,000 ആണ്. നമുക്കറിയാം കമ്പനി എല്ലാ വർഷവും ഇൻട്രസ്റ്റ് എക്സ്പെൻസ് പേ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ കമ്പനി ഓൾറെഡി എടുത്ത ഓവർ ഡ്രാഫ്റ്റ് എല്ലാം ലോങ് ടേം ലോൺ ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ അതിന്റെ എമൗണ്ട് റീപേ ചെയ്യണം. സോ ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് കമ്പനിക്ക് ഓൺ ടൈമിൽ പേയ്മെന്റ്സ് എല്ലാം നടത്താൻ പറ്റില്ല. കാരണം കമ്പനിയുടെ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ലയബിലിറ്റീസിനെക്കാളും താഴെയാണ്. സോ ഓട്ടോമാറ്റിക്കലി ദ കമ്പനി മൈറ്റ് സഫർ difficulties to face, company might suffer difficulty in reaching solvency. Clear ആയോ? Yes sir. Okay. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെയുള്ള ബിസിനസ് റിസ്ക് ആൻഡ് ഓഡിറ്റ് റിസ്ക് എന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പ്രോപ്പർലി ക്ലിയർ ആണോ? Yes sir. പെർഫെക്റ്റ്. ഇനി നമ്മളോട് രണ്ടാമത് ചോദിച്ചിരുന്ന റിക്വയർമെന്റ് എന്തായിരുന്നു? അപ്പൊ നമ്മളോട് ചോദിച്ചിരുന്ന എക്സിബിറ്റ് 2 and 3 ബേസിസിലാണ് ബിസിനസ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സേജ്മെന്റും കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇനി ഇതിന്റെ ബേസിസ് തന്നെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് റിക്വയർമെന്റ് നമ്പർ 2 and 3. എക്സിബിറ്റ് 2 and 3 ബേസിൽ നിങ്ങളോട് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റൻ ആണ്, നിങ്ങളോട് ഇവിടെ എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ആണ് ഉണ്ടായിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കുക. അതല്ലല്ലോ, അതിന് മുന്നേ മിസ് ആയല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് പെർഫോം ചെയ്യേണ്ടത് ഇൻ റിലേഷൻ ടു ദ പ്രോഡക്റ്റ് റീകോൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പ്രോഡക്റ്റ് റീകോൾ നമ്മളിവിടെ പറഞ്ഞിരുന്നു. പ്രോഡക്റ്റ് റീകോളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളോട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ പറ, ഇവിടെ പ്രോഡക്റ്റ് റീകോളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ അവിടെ കുറെ ബിസിനസ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സേജ്മെന്റ്സ് കണ്ടുപിടിച്ചില്ലായിരുന്നോ? ആ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സേജ്മെന്റ്സ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. അതിനെ തന്നെ കറക്റ്റ് ആണെന്ന്, അതായത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ പ്രൊസീജിയർ ചെയ്താൽ മതി. ആദ്യം ആലോചിച്ച് നോക്കി, ഇവിടെ എന്താ മാനേജ്മെന്റോട്ട് എൻക്വയറി ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് റീകോളുമായിട്ട് റിലേറ്റ് ചെയ്ത്? Product recall confirm ആണോ? പ്രോഡക്റ്റ് റീകോള് കൺഫേം ആണോ, അതായത് കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്തോ എന്ന് ചോദിക്കുക, എല്ലാ കസ്റ്റമേഴ്സിനെയും. ശരിയല്ലേ? ഓക്കെ. അപ്പം നമുക്ക് എന്താ പറയാം, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്. എന്താ ഡിസ്കസ് ചെയ്യേണ്ടത്? വെദർ ദേ ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ദ പ്രോഡക്റ്റ് റീകോൾ ടു ദ കസ്റ്റമേഴ്സ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ എസ്റ്റിമേറ്റഡ് റീഫണ്ട് ടു ബി ക്രിയേറ്റഡ് ഫോർ ദ പ്രോഡക്റ്റ് റീകോൾ. ഇനി വേറെന്തായിരിക്കും നമുക്ക് എന്തിനെ പറ്റിയും പറ്റി റിട്ടേൺ റെപ്രസെന്റേഷൻ ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ. റിട്ടേൺ റെപ്രസെന്റേഷൻ ചോദിക്കാനുള്ള എന്തിനെ പറ്റി? സോറി, പ്രൊവിഷൻ എസ്റ്റിമേറ്റ്. അപ്പൊ അതിനെപ്പറ്റി എങ്ങനെയാണ് പ്രൊവിഷനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് പറയാം. എൻക്വയർ വിത്ത് ദ മാനേജ്മെന്റ് വെദർ ദേ ഹാവ് ക്രിയേറ്റഡ് പ്രൊവിഷൻ ഇൻ റിലേഷൻ ടു ദ പ്രോഡക്റ്റ് റീകോൾ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ് ഈസ് റീസണബിൾ ആൻഡ് ആർ ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, പിന്നെ വേറെന്താ ചോദിക്കാൻ പറ്റും? കറസ്പോണ്ടൻസ് ചോദിച്ചത് റിവ്യൂ, അതായത് ക്ലയന്റും അതായത് കസ്റ്റമറും തമ്മിലുള്ള എന്തറിയാൻ കമ്മ്യൂണിക്കേഷൻ. പ്രോഡക്റ്റ് റീകോളിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പ്രോഡക്റ്റ് തിരിച്ചു തരണം എന്നുള്ളത്. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചോദിച്ചു. ഓക്കെ, ഫൈൻ. Okay, review the correspondence between the customer and the client company in order to grow company in order to confirm whether they have communicated about the product recall to the customers. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാം, ഇവരെന്തെങ്കിലും നമ്മുടെ കമ്പനിക്ക് അഗൈൻസ്റ്റ് കംപ്ലൈന്റ്സ് വല്ലതും റേസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾക്ക് അത് തന്നെ പറഞ്ഞാൽ പോരെ. അപ്പൊ എന്താ പറയാം, റിവ്യൂ ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ഗ്രോൾ കമ്പനി ആൻഡ് ദ കസ്റ്റമേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ എനി ഓഫ് ദി കസ്റ്റമേഴ്സ് ഹാവ് പ്ലേസ്ഡ് എനി അതർ litigation or claims against the client company. Okay, against the grow company. പിന്നെ written representation എന്നതിനെ കുറിച്ച് ചോദിക്കാൻ പറ്റുന്നത്. All right, so we can obtain written representation in order to consider whether the product recall are complete before the year end and whether there are any pending payments that have to be paid in relation to the product recall. പിന്നെയോ board minutes നോക്കാം. Sorry, board minutes. എന്തിനു വേണ്ടിയിട്ടാണ് board minutes നോക്കുന്നത്? റീകോളിന്റെ പ്രോഡക്റ്റ് റീകോൾ. പ്രോഡക്റ്റ് റീകോൾ മാനേജ്മെന്റ് ഓതറൈസ് ചെയ്തെന്ന് അറിയാം അല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാം, review the board minutes in order to ensure whether the product recall are being authorized by the board members. പിന്നെയോ provision reperform ചെയ്യും. പ്രൊവിഷന്റെ എമൗണ്ട് റീകാൽക്കുലേറ്റ് ആണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ല, സ്റ്റേറ്റ്മെന്റ്സ് ആണ് റീപെർഫോം ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ പറയാം, റീകാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ഇൻ ഓർഡർ ടു എൻഷുർ മാത്തമാറ്റിക്കൽ ആക്യുറസി പറയാം. പിന്നെയോ പിന്നെ കൺഫേം ദി എക്സ്പെൻസ് ഇൻ റിലേഷൻ ടു പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്തു. Exactly, you can confirm whether the expense in relation to provision have been included in the statement of P&L for the period. പിന്നെ വേറെന്തായിരിക്കും? ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ നോക്കാം. ഓക്കെ, ഫൈൻ. ഡിസ്ക്ലോഷേഴ്സ് കറക്റ്റ് ആണോ നോക്കാം. ഫൈൻ. പിന്നെ വേറെന്താ ചോദിക്കാൻ പറ്റുക? വേറെന്തായിരിക്കും? ഇവിടെ കഴിഞ്ഞിട്ടുള്ള സാധനം പ്രൊഡക്റ്റ് റീകോളിന്റെ അകത്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രൊവിഷനെ കുറിച്ച് മാത്രമാണ്. വേറെ അതിന്റെ അകത്ത് എന്തായിരുന്നു പ്രൊഡക്റ്റ് റീകോളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇമ്പയർമെന്റ് വന്നിട്ടുണ്ടോ?
ഇംപേയ്മെന്റ് അല്ല, ഇൻവെന്ററിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ഇൻവെന്ററിയുടെ ഇൻവെന്ററി ഒബ്സലേറ്റ് ആവുന്നു. അപ്പൊ നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റുന്നത് എന്താ? അവിടെ നിങ്ങൾക്ക് എന്താ നോക്കാൻ പറ്റുന്നത്? ഇൻവെന്ററി സ്കെഡ്യൂൾ നോക്കിക്കൂടെ? ഇല്ല, അത്രയും പോകണ്ടേ? നിങ്ങൾക്ക് മാനേജ്മെന്റോട് ഡിസ്കസ് ചെയ്താൽ പോരെ? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് whether they have recognized, whether they have written down the value of inventory, value of the recalled inventory to the lower of cost of NRV. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം? ഫിസിക്കലി ഒബ്സർവ് ദ ഇൻവെന്ററി. അവരെന്താ പറഞ്ഞേക്കുന്നത്? ഇൻവെന്ററി സെപ്പറേറ്റ്ലി ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് പറയാം ഫിസിക്കലി ഒബ്സർവ് whether the inventory in relation to the product recall have been separately identified and are not included with the year-end inventory figures in full value എന്നുള്ള പറയാം. പിന്നെയോ revenue de-recognize നമുക്കെന്ത് പറയാം? ഫോർ എ സാമ്പിൾ ഓഫ് പ്രോഡക്റ്റ് റീകോൾ, review for a sample of product recall whether the revenue has been de-recognized, inventory reinstated, and any receivables in relation to the balance have been written off from the financials. Clear ആയോ? Yes sir. Okay, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് പറയേണ്ടത്. ഇത്രയും തന്നെ പറയണ്ട, മൊത്തം എത്ര എണ്ണം പറയേണ്ടത്? 6 മാർക്സിനാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇൻ ടോട്ടൽ 6 പോയിന്റ്സ് പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? Yes sir. Is that clear guys? Okay, അടുത്ത നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? Discuss the ethical issues raised and recommend the relevant actions to be taken by our firm. എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ആണ് ഈ സിനാരിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അപ്പം എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കി എല്ലാവരും. Several of Grohl Company's executive directors and finance controller left in October 2012 to set up a company specializing in recycling of old electronic equipment. This new company is not considered to be in competition with the Grohl Company's operations. Directors left on good terms and replacement of directors have been recruited. One of Fu's audit client, manager Bob Helen, is being interviewed for role of finance controller at Grohl Company. Bob is a good candidate for the position as he developed good knowledge of Grohl Company's business when he was managing the audit. At Grohl Company, most of the recent board meeting, the audit fees was discussed. Board members expressed concern over the size of the audit fee given the company's loss for the year. Board would also like to know whether the audit can be performed on a contingent basis. ഇവിടെ നിങ്ങളുടെ എത്തിക്കൽ ഇഷ്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പറയാം എന്തൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എത്തിക്സിന്റെ ആൻസർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമേ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്ന മീനിങ് ഇന്റർപ്രറ്റ് ചെയ്യുക. നിങ്ങളോട് എന്തൊക്കെ പറഞ്ഞേക്കുന്നത്? ഒന്ന്, ഈ കമ്പനിയുടെ കുറെ ആൾക്കാർ പോയി, അതിന് പകരം നമ്മുടെ ഓഡിറ്റ് മാനേജറെ അവരുടെ കമ്പനിയുടെ ഫിനാൻസ് കൺട്രോളർ ആക്കാൻ പോവാണെന്നാണ് പറയുന്നത്. 2, നമ്മളോട് ചോദിക്കുന്നു കണ്ടിജന്റ് ബേസിസ് ഫീസ് ആക്കാവുന്നു. നിങ്ങൾ പറ, എത്തിക്കൽ ത്രെഡ്സ് ഉണ്ടോ? യെസ്. എന്തൊക്കെ എത്തിക്കൽ ത്രെഡ്സ് ഇവിടെ വരിക? സെൽഫ് ഇൻട്രസ്റ്റ് വരാം. ഓക്കെ, സെൽഫ് ഇൻട്രസ്റ്റ് എപ്പോഴാണ് വരുന്നത്? ഓഡിറ്റ് മാനേജർ ജോയിൻ ചെയ്യുമ്പോൾ. സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ് വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? സോ ബേസിക്കലി ഈ പർട്ടിക്കുലർ പേഴ്സൺ ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇയാളെ അവിടെ നമ്മുടെ ഫിനാൻസ് കൺട്രോളർ ആക്കും എന്നുള്ള ഓഫർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സെൽഫ് ഇൻട്രസ്റ്റഡ് വരാം. കാരണം ഹി നോസ് എ ഫാക്ട് ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു വർക്ക് വിത്ത് ദ ക്ലയന്റ് കമ്പനി ഇൻ ഫ്യൂച്ചർ. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലയന്റ് കമ്പനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇയാൾ ആക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അവിടെ എന്ത് വരും? ദേ ക്യാൻ ബി ചാൻസസ് ഓഫ് ഹാവിങ് സെൽഫ് ഇൻട്രസ്റ്റഡ്. പിന്നെ വേറെ ഏതാ സിറ്റുവേഷൻ? അല്ല, ഇത് തന്നെ പറഞ്ഞെടുത്തിട്ട് പോവാം. വേറെ ഏതൊക്കെ ഇതിന്റെ അകത്ത് തന്നെ വരുന്ന ത്രെഡ്? സെൽഫ് ഇൻട്രസ്റ്റ് വരും. പിന്നെ വേറെ എവിടെ ഏതാ വരിക? ഇയാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫെമിലിയാരിറ്റിയും ഇന്റിമിഡേഷൻ ഒക്കെ വരില്ല. Exactly. Once he have joined the client company, there can be possibilities of having familiarity threat and intimidation threat. Familiarity threat ഉണ്ടാവാനായിട്ടുള്ള റീസൺ എന്തായിരിക്കും? കാരണം ഈ പർട്ടിക്കുലർ പേഴ്സൺ ക്ലയന്റ് കമ്പനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ തൊട്ട് ഓഡിറ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ എംപ്ലോയീസിന്, ഐ മീൻ ഓഡിറ്റ് ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ആളായിരിക്കും ഓഡിറ്റ് മാനേജർ ഉണ്ടാവുക. സോ ഓഡിറ്റ് ടീം മെമ്പേഴ്സ് എല്ലാവർക്കും ഇവരുടെ ഈ പുതിയ ഫിനാൻസ് കൺട്രോളിന് വേണ്ടിയിട്ട് ഫേവറബിൾ ആയിട്ടുള്ള രീതി കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഓഡിറ്റ് മാനേജർ ഇസ് എ വെരി ഹൈ പൊസിഷൻ. ആൻഡ് ഓഡിറ്റ് മാനേജർ പൊസിഷനുള്ള ഒരാളാണ് ഈ പറയുന്ന ആള് ബോബ് ഹാലൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ പറയാൻ പറ്റുക? ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ഈ പർട്ടിക്കുലർ പേഴ്സൺ ക്ലയന്റ് കമ്പനിയിൽ പോയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫിന് അവർക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് മേക്ക് യു റൈസ് ടു ഇന്റിമിഡേഷൻ ത്രെഡ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് അങ്ങനെയാണ് എന്തായിരിക്കും സേഫ് ഗാർഡ് എടുക്കാൻ പറ്റുക? എന്തൊക്കെയായിരിക്കും സേഫ് ഗാർഡ് എടുക്കാൻ പറ്റുക? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരെ കറണ്ട് ഇയറിൽ തന്നെ ടീമിൽ നിന്ന്, ഓഡിറ്റ് ടീമിൽ നിന്ന് മാറ്റി നിർത്തുക. അതേപോലെ തന്നെ ഓഡിറ്റ് റിവ്യൂ വർക്സിലൊന്നും ഇവരെ ഇൻവോൾവ് ആക്കാൻ പാടില്ല. ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന എന്തായിരിക്കും? ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പേഴ്സൺ വെച്ചാണ് വർക്ക് ചെയ്യിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ
നെക്സ്റ്റ് ഇയറിൽ എക്സ്റ്റേണൽ റിവ്യൂറെ വിളിച്ച് വർക്ക് റിവ്യൂ ചെയ്യിക്കുന്നുണ്ടാവണം. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇയർ ഓഡിറ്റ് പെർഫോം ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, നമ്മുടെ ഓഡിറ്റ് ടീമിന്റെ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യണം. ഈ പർട്ടിക്കുലർ സ്റ്റാഫുമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ആരെയും നമ്മൾ ഓഡിറ്റിൽ ഇൻവോൾവ് ആക്കാൻ പാടില്ല. ക്ലിയർ ആയോ? യെസ് സർ. ആൻഡ് ഫൈനലി നിങ്ങളോട് പറഞ്ഞു കണ്ടിജന്റ് ഫീസിനാണ് നിങ്ങളോട് ഓഫർ ചെയ്യുന്നത്. കണ്ടിജന്റ് ഫീസിന് എഗ്രി ആവുമെന്ന് ചോദിക്കുന്നുണ്ട്. കണ്ടിജന്റ് ഫീസിന് എഗ്രി ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്താ പറയാം, ആസ് പെർ ACCA കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് കണ്ടക്ട്, ACCA പറയുന്നത് എന്താണ്, whenever you determine an audit fee should always be determined on the basis of a fixed amount. അല്ലാന്നുണ്ടെങ്കിലോ you can charge it on the hourly basis and for the hours you spend on audit നിങ്ങൾക്ക് ചാർജ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. And in case if you charge a contingent fee, അവിടെ ഉണ്ടാവുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവിടെ ഉണ്ടാവുന്ന ത്രെട്ട് ഏതായിരിക്കും? Self interest. Yes, it gives rise to self-interest, right? Because ഈ contingent basis എന്താണോ ആ contingency achieve ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ എപ്പോഴും ക്ലയന്റ് കമ്പനിക്കൊപ്പം വർക്ക് ചെയ്യും. So it will give rise to ethical threats. ഇനി അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു സേഫ് ഗാർഡ് എന്തായിരിക്കും? സേഫ് ഗാർഡ് ഒന്നും ഇല്ല. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന എന്താ, auditor should discuss the matter with the client's those charges governance and should politely decline the offer and should inform them that the audit fee should always be a fixed amount or else it can also be fixed on the basis of hours spent on each audit engagement എന്ന് പറയാം. Clear ആയോ? Yes sir. Okay. All right. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പ്രോപ്പർലി? ഓക്കെ. ആൻഡ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളുമായിട്ട് ബേസ് ചെയ്ത് ചോദിച്ചേക്കുന്നത്. ലാസ്റ്റ് ചോദിച്ചേക്കുന്നത് ഇറ്റ്സ് ഇൻ എക്സിബിറ്റ് 5. ഡിസ്കസ് ദ ഇംപ്ലിക്കേഷൻ ഓഫ് ദി ഇൻഫർമേഷൻ ഒബ്റ്റൈൻഡ് ബൈ ദ ഓഡിറ്റ് സീനിയർ ഫോർ പ്ലാനിംഗ് ഓഫ് ദി ഓഡിറ്റ്, കമന്റിംഗ് ദ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഇൻ റിലേഷൻ ടു ലോ ആൻഡ് റെഗുലേഷൻ ആൻഡ് ഓൺ എത്തിക്കൽ മാറ്റേഴ്സ് അറൈസിംഗ്. നിങ്ങളോട് ഇവിടെ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റനും കൂടെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് പ്യുവർലി ബി ബേസ്ഡ് ഓൺ എ സ്റ്റാൻഡേർഡ്. അപ്പൊ ആ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്ത് എന്തൊക്കെയാണ് അവിടെ ഇഷ്യൂസ് ഉള്ളതെന്ന് കൂടെ നോക്കാം. വെൽ, നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് റിവൈസ് ചെയ്തിട്ടില്ല. ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഇൻ റിലേഷൻ ടു ISA 250 ആണ് അവിടെ ചോദിച്ചേക്കുന്നത്. സോ പ്ലീസ് ഡു ദാറ്റ് പാർട്ട് ഓൺലി ആഫ്റ്റർ റിവൈസിങ് ISA 250. ISA 250യുടെ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഇൻ റിലേഷൻ ടു നോൺ കംപ്ലൈൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ നോക്ലാർ എന്ന് പറയുന്ന ഏരിയ റിവൈസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് നോക്കാനായിട്ട്. ക്ലിയർ ആയ എല്ലാവർക്കും? ഇനി നിങ്ങൾ ഓഡിറ്റ് റിസ്കിന്റെ ആൻസേഴ്സ് എഴുതുമ്പോൾ ഏറ്റവും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രൊഫഷണൽ മാർക്സ്. ഓഡിറ്റ് റിസ്കിന്റെ ആൻസേഴ്സ് നമുക്കറിയാം, വി വിൽ ബി ഹാവിംഗ് 50 മാർക്സ്. ക്വസ്റ്റിന്റെ അകത്ത് ഒരു 4 മാർക്സ് ആസ് പ്രൊഫഷണൽ മാർക്സ്. ആൻഡ് ഈ 4 മാർക്സ് പ്രൊഫഷണൽ മാർക്സിന്റെ അകത്ത് 3 മാർക്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 2 മാർക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ നിങ്ങളുടെ കൺക്ലൂഷനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫോമാറ്റിനും കൂടെയാണ്. 1 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഓരോരോ ബിസിനസ് റിസ്കിനും അതേപോലെ തന്നെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സിനും എഴുതുന്ന ഹെഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കണ്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എപ്പോഴും ബ്രീഫിംഗ് നോട്ട് എന്നുള്ള ഹെഡിങ് കൊടുക്കണം. 2 എന്ന് പറഞ്ഞിട്ട് ആർക്കാണോ എൻഗേജ്മെന്റ് പാർട്ണർക്ക് എഴുതുക. ഫ്രം എപ്പോഴും ഓഡിറ്റ് മാനേജർ തന്നെയായിരിക്കും. സബ്ജക്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും, നമ്മുടെ ഓഡിറ്റ് പ്ലാനിംഗ് എന്നുള്ളത് തന്നെയായിരിക്കും സബ്ജക്ട് എന്ന് പറയുക. ഇനി ദിസ് ബ്രീഫിംഗ് നോട്ട് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ദിസ് ബ്രീഫിംഗ് നോട്ട് ഇൻക്ലൂഡ്സ് ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ദ ഓഡിറ്റ് ഓഫ് ഡാഷ് കമ്പനി ഫോർ ദ ഇയർ എൻഡിങ് ഡാഷ് എന്നിട്ട് അതിൻ്റെ അകത്ത് എന്താണ് നിങ്ങളുടെ റിക്വയർമെന്റ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതായത് ബ്രീഫിംഗ് നോട്ടിനകത്ത് എന്തൊക്കെയുള്ളത്, ഇവാലുവേഷൻ ഓഫ് ബിസിനസ്സസ്, ഇവാലുവേഷൻ ഓഫ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്, ദെൻ അതേപോലെ തന്നെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഇൻ റിലേഷൻ ടു പ്രൊഡക്റ്റ് റീകോൾ, എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണുള്ളത് അതിന്റെ റെക്കമെൻഡേഷൻസ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ബിസിനസ് റിസ്കുകൾ എഴുതി പോവുക. അപ്പം ഈ പറഞ്ഞ 2 ഫ്രം സബ്ജക്ട് ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ ഇതിനാണ് നമുക്ക് കിട്ടുന്ന 2 മാർക്സ്. ഇനി നിങ്ങൾ ഇങ്ങനെ എഴുതി പോകുന്ന ഓരോരോ ഹെഡിങ്സിനും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന 1 മാർക്ക് എന്ന് പറയാം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു കൺക്ലൂഷനും കൂടി പ്രൊവൈഡ് ചെയ്യണം. സോ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് ഈസ് നത്തിങ് ബട്ട് നിങ്ങൾ ഏതൊക്കെയാണ് മെയിൻ റിസ്കുകൾ കണ്ടുപിടിച്ച് ആ റിസ്കുകളെ കുറിച്ച് തന്നെ പറഞ്ഞാൽ മതി. കൺക്ലൂഷനകത്ത് നിങ്ങൾ പറയാം ഓഡിറ്റ് ഓഫ് ഗ്രോൾ കമ്പനി എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണ്. നമ്മുടെ എല്ലാ ക്വസ്റ്റനും ഹൈ റിസ്ക് തന്നെയാണ്. കാരണം നമ്പർ ഓഫ് ബിസിനസ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഏതെങ്കിലും 1-2 റിസ്കുകളെ കുറിച്ച് മെൻഷൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ പറയണം ഈ റിസ്കുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് അതുകൊണ്ട് തന്നെ ഓഡിറ്റിൽ കൂടുതൽ പ്രൊസീജിയേഴ്സ് നമ്മൾ പെർഫോം ചെയ്യണം എന്ന് പറയാം, കൺക്ലൂഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ മാർക്കിംഗ് വരുന്നതെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ അപ് ടു 2 മാർക്സ് വരെയാണ് ബിസിനസ് റിസ്കിന് വരിക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ് ടു 1.5 മാർക്ക് എന്നുള്ള ബേസിസിൽ എസ്റ്റിമേറ്റ് ചെയ്താൽ മതി. കാരണം 2 മാർക്സ് എന്നുള്ള ബേസിസിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പോയിന്റ്സ് കുറയ്ക്കും. 10 മാർക്കിന് വെച്ച് 5 കൊണ്ട് എഴുതി വെക്കുള്ളൂ. അപ് ടു 2 മാർക്സ് ആണ്. എല്ലാ പോയിന്റ്സിനും സെയിം മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് 1.5 മാർക്ക് എന്നുള്ള ബേസിൽ എഴുതുക. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്സിന് അപ് ടു 3 മാർക്കാണ്.
ബട്ട് അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് അപ് ടു 2 മാർക്ക്. അതിന്റെ ബേസിസിൽ എഴുതി പോവുക. ഇനി എല്ലാ പ്രൊസീജിയേഴ്സിനും നമുക്ക് 1 മാർക്ക് വെച്ചിട്ടായിരിക്കും കിട്ടുക. അതേപോലെ തന്നെ എത്തിക്കൽ ഇഷ്യൂസും നമ്മൾ പറയുമ്പോൾ ഓരോരോ എത്തിക്കൽ ഇഷ്യൂസ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 1 മാർക്ക് ഈച്ച് ആണ്. അതിന്റെ ഓരോരോ സേഫ് ഗാർഡ്സ് പറയുന്നതിന് 1 മാർക്ക് ഈച്ച് ആണ്. അപ്പൊ നിങ്ങളിപ്പോൾ ഒരു ഫെമിലിയാരിറ്റി ത്രെട്ട് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നതിനെ കുറിച്ച് ഓവർ എലാബറേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എക്സസ് മാർക്ക് അവിടെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓൾവേസ് റൈറ്റ് ഇറ്റ് അക്കോർഡിംഗ് ടു ദ ഫോമാറ്റ്. എപ്പോഴും എത്തിക്കൽ ത്രെട്ട് ഐഡന്റിഫൈ ചെയ്യണം, അത് എക്സ്പ്ലെയിൻ ചെയ്യണം, അവിടെ എന്താണോ സേഫ് ഗാർഡ് വേണ്ട ആ സേഫ് ഗാർഡ്സും ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യണം. പ്രോപ്പർലി മനസ്സിലായ എല്ലാവർക്കും? ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ? പക്കാ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് റിവൈസ് ചെയ്യാനുള്ളത്. സോ പ്ലീസ് ഡു റിവൈസ് ദിസ് ഏരിയാസ്. അതേപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടിംഗിന്റെ സ്റ്റാൻഡേർഡ്സും റിപ്പോർട്ടിംഗ് പാർട്ട് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരണം. ബിക്കോസ് വി വിൽ ബി ഗോയിങ് ത്രൂ ദ റിപ്പോർട്ടിംഗ് പാർട്ട് ടുമോറോ. സോ വി വിൽ കണ്ടിന്യൂ ദ സെഷൻ ടുമോറോ. ഓക്കെ? ഓൾറൈറ്റ്. So thank you so much, guys. Thank you.